Hi all, welcome to once BTech KTU question paper solution program in Signals and Systems 2022 December നടന്ന S5 EET 305 Signals and Systems എന്നുള്ള പേപ്പറിന്റെ question paper solutionലേക്ക് നമ്മൾ കിടക്കുകയാണ് കേട്ടോ. Subject code is EET 305 Signals and Systems. ഈ എക്സാമിനേഷൻ്റെ പാറ്റേൺ സെമസ്റ്റർ എക്സാമിനേഷൻ പാറ്റേൺ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ there will be two parts, part A and part B. Part A contains 10 questions with 2 questions from each module having 3 marks for each question. Student should answer all questions. അപ്പോൾ പാർട്ട് എ എല്ലാ ക്വസ്റ്റിനും അറ്റംപ്റ്റ് ചെയ്യണം, കമ്പൽസറി ആണ്. 10 ക്വസ്റ്റൻ ഉണ്ടായിരിക്കും, ഒരു ക്വസ്റ്റിന് 3 മാർക്ക് വെച്ചാൽ 10 into 3 is equal to 30. Then part B contains 2 questions from each module of which a student should answer any one. അപ്പോൾ ഒരു മൊഡ്യൂളിൽ നിന്ന് പാർട്ട് ബിയിൽ ഒരു മൊഡ്യൂളിൽ നിന്ന് 2 ക്വസ്റ്റ്യൻ വെച്ച് ആ 2 ക്വസ്റ്റിൽ ഏതെങ്കിലും ഒരു ഫുൾ ക്വസ്റ്റ്യൻ നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യണം. അപ്പോൾ 5 മൊഡ്യൂളിൽ നിന്നായിട്ട് 5 ഫുൾ ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്യണം. അപ്പോൾ ഒരു ഫുൾ ക്വസ്റ്റിന് 14 മാർക്ക്. അപ്പോൾ 5 into 14 5 into 14 70 മാർക്സ് ഫ്രം പാർട്ട് ബി, 30 മാർക്സ് ഫ്രം പാർട്ട് എ, ടോട്ടൽ 100. അപ്പോൾ അതിൽ ആദ്യം നമ്മൾ മൊഡ്യൂൾ 1ൻ്റെ ആ സൊല്യൂഷനിലേക്ക് കിടക്കുകയാണ്. 2022 നടന്ന EET 305 അതിൽ മൊഡ്യൂൾ 1ൻ്റെ സൊല്യൂഷനിലേക്ക് കിടക്കുകയാണ് എക്സാമിൻ്റെ. അതിൻ്റെ സിലബസ് ഇൻട്രൊഡക്ഷൻ ടു സിഗ്നൽസ് ആൻഡ് സിസ്റ്റംസ്, classification of signals, elementary signals, basic operation on continuous time and discrete time signals, concept of system, classification of systems, properties of systems, time invariance, linearity property, causality, memory, stability, convolution integral, impulse response representation of LTE systems, differential equation representation of LTE systems, basics of non-linear systems, types and properties of introduction to random signals and random process. So these are the important topics of module 1 of signals and systems EET 305. അതിൽ പാർട്ട് എയിലെ ക്വസ്റ്റ്യൻ, പാർട്ട് എയിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, പാർട്ട് എയിലെ എല്ലാ ക്വസ്റ്റ്യനും 3 മാർക്കാണ്, എല്ലാതും കമ്പൽസറി ആണ്. അതിൽ മൊഡ്യൂൾ 1ൽ x of t is equal to u of minus t plus 2 plus u of t minus 3. x of t is equal to u of minus t plus 2 plus u of t minus 3. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് പ്ലോട്ട് ചെയ്യണം. പ്ലോട്ട് x of 2t, പ്ലോട്ട് x of 2t if x of t is equal to, അപ്പോൾ x of t തന്നിട്ടുണ്ട്. വാട്ട് ഈസ് x of t ഒന്നുകൂടി എടുത്ത് എഴുതാം. x of t is equal to u of minus t plus 2 plus u of t minus 3. ഇതാണ് x of t. Okay, x of t is equal to, given input signal x of t is equal to u of minus t plus 2 plus u of t minus 3. നമുക്ക് പ്ലോട്ട് ചെയ്യേണ്ടത് x of 2t ആണ്, x of 2t. അപ്പോൾ ആദ്യം x of t പ്ലോട്ട് ചെയ്യാം, എന്നിട്ട് x of 2t എങ്ങനെ പ്ലോട്ട് ചെയ്യാമെന്ന് മനസ്സിലാക്കാം. സോ പല പ്രോപ്പർട്ടീസ് നമ്മൾ ഉപയോഗിക്കേണ്ടി വരും. സിഗ്നൽസിൻ്റെ ടൈം ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി, ടൈം സ്കെയിലിംഗ് പ്രോപ്പർട്ടി, ആംപ്ലിറ്റ്യൂഡ് സ്കെയിലിംഗ് പ്രോപ്പർട്ടി, അങ്ങനെ പല പ്രോപ്പർട്ടീസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെ നമ്മൾ യൂസ് ചെയ്തിട്ടാണ് ഈ കാര്യങ്ങൾ വരയ്ക്കുക. അപ്പോൾ ആദ്യം നമുക്ക് എങ്ങനെ ഹൗ ക്യാൻ വി ഡ്രോ അല്ലെങ്കിൽ ഹൗ ക്യാൻ വി പ്ലോട്ട് x of t. ആഫ്റ്റർ ദാറ്റ് നമുക്ക് x of 2t, ക്വസ്റ്റ്യൻ നമുക്ക് x of 2t വരയ്ക്കാനാണ്. അപ്പോൾ ആദ്യം നമുക്ക് x of t വരയ്ക്കാം. x of t u of minus t plus 2 plus u of t minus 3. അതായത് u of t മീൻസ് യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ ആണ്. ഇത് ഷിഫ്റ്റഡ്, അതായത് ടൈം ഷിഫ്റ്റിംഗ് ആണ്, ടൈം ഷിഫ്റ്റിംഗ് സിഗ്നലാണ്. u of t minus 3, u of minus t plus 2 എന്ന് പറഞ്ഞാൽ ടൈം ഷിഫ്റ്റിംഗ്. അപ്പോൾ ടൈം സ്കെയിലിംഗ് ഉണ്ട്, ടൈം ഷിഫ്റ്റിംഗ് ഉണ്ട്, ആംപ്ലിറ്റ്യൂഡ് സ്കെയിലിംഗ് ഉണ്ട്. അപ്പോൾ u of t minus 3 plus u of minus t plus 2. അപ്പോൾ സൗകര്യത്തിന് വേണ്ടി ഞാൻ ആദ്യം u of t minus 3. അപ്പോൾ u of t minus 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിയർ 0 1 2 3 4, ഹിയർ minus 1, ഹിയർ minus 2, ഹിയർ minus 3, ഹിയർ minus 4, ഹിയർ 1 2 3, ഹിയർ minus 1 minus 2 minus 3. t versus x of t. t is on x axis and x of t is on y axis. അപ്പോൾ ആദ്യം നമുക്ക് x of t വരയ്ക്കാം. അപ്പോൾ u of t എന്ന് പറഞ്ഞാൽ യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ ആണ്. u of t is equal to 1 when t greater than or equal to 0. അപ്പോൾ u of t എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ വരയ്ക്കുക. u of t എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ u of t is equal to 1. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് സ്റ്റേറ്റ്. നമുക്ക് u of t minus 3 ആണ് വേണ്ടത്. സോ u of t എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ u of t ഇത് 1 ആണെങ്കിൽ ഇതാണ് u of t, യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ u of t. u of t is equal to 1 when t greater than or equal to 0. u of t minus 3 എന്ന് വെച്ചാൽ ടൈം ഷിഫ്റ്റിംഗ് ആണ്. 3 യൂണിറ്റ് ഷിഫ്റ്റ് ചെയ്യണം റൈറ്റിലോട്ട്. u of t minus 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് u of t minus 3. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എപ്പോഴും എത്രയാണ് വരിക? 1. കാരണം യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ u of t minus 3 is equal to 1 when t minus 3 greater than or equal to 0. അപ്പോൾ this is u of t minus 3.
അപ്പോൾ യു ഓഫ് ടി വരയ്ക്കുന്നത് ഞാൻ ഇവിടെ വേറെ സിഗ്നൽ കാണിച്ചിരുന്നു. യു ഓഫ് ടി ഈസ് ഈക്വൽ ടു 1. ഇതിങ്ങനെയാണ് യു ഓഫ് ടി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് വരയ്ക്കുക. യു ഓഫ് ടി ഈസ് ഈക്വൽ ടു 1 വെൻ ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. യു ഓഫ് ടി -3 എന്ന് പറയുമ്പോൾ 3 യൂണിറ്റ് ഷിഫ്റ്റ് ചെയ്തിട്ട് വരയ്ക്കുക. അത് യു ഓഫ് ടി ഞാൻ വെറുതെ കാണിച്ചതാണ്. യു ഓഫ് ടി -3 3 യൂണിറ്റ് ഷിഫ്റ്റ് ചെയ്ത് കാണിക്കുന്നു. ഇനി എന്താണ് നമ്മുടെ സിഗ്നൽ കംപ്ലീറ്റ് ആയിട്ടില്ല? യു ഓഫ് -t+2. അപ്പോൾ ഇത് ഇങ്ങനെയാണ് യു ഓഫ് ടി വരയ്ക്കുക. യു ഓഫ് -t എങ്ങനെയാണ് വരയ്ക്കുക? ഇതാ ഇങ്ങനെയാണ് യു ഓഫ് -t. ഇതാണ് യു ഓഫ് -t. അപ്പോൾ യു ഓഫ് -t ഇതാണ്, ഇത് യു ഓഫ് ടി ആണ്. യു ഓഫ് ടി -3 എന്ന് പറയുമ്പോൾ 3 യൂണിറ്റ് റൈറ്റിലോട്ട്. യു ഓഫ് -t+2 എന്ന് പറയുമ്പോൾ യു ഓഫ് -t+2 എന്ന് പറയുമ്പോൾ ഇതാ ഇവിടെ നിന്നാണ് വരയ്ക്കുക. യു ഓഫ് -t+2 അതായത് 2 യൂണിറ്റ് യു ഓഫ് -t+2 ഇവിടെ നിന്ന് ഇങ്ങോട്ട്. ദിസ് ഈസ് യു ഓഫ് -t+2. ഓക്കെ, ഇത് യു ഓഫ് ടി -3 3 യൂണിറ്റ് റൈറ്റിലോട്ട്. യു ഓഫ് -t എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട്, -t എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട്. യു ഓഫ് -t+2 എന്ന് പറയുമ്പോൾ 2 യൂണിറ്റ് റൈറ്റിലോട്ട്. മൈനസ് വരുമ്പോൾ പ്ലസ് എന്ന് പറയുമ്പോൾ റൈറ്റിലോട്ടാണ്. പ്ലസ് വരുമ്പോൾ യു ഓഫ് ടി വരുമ്പോൾ മൈനസ് എന്ന് പറയുമ്പോഴാണ് റൈറ്റിലോട്ട്. സോ ദിസ് ഈസ് യു ഓഫ് ടി -3 ആൻഡ് ദിസ് ഈസ് യു ഓഫ് -t. യു ഓഫ് -t+2 എന്ന് പറയുമ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടാണ് യു ഓഫ് -t+2 എന്ന് പറയുമ്പോൾ 2 യൂണിറ്റ് റൈറ്റിലോട്ട്. സോ ദിസ് ഈസ് അവർ ഗിവൺ സിഗ്നൽ എക്സ് ഓഫ് ടി. അപ്പോൾ എക്സ് ഓഫ് ടി നമ്മൾ വരച്ചു കഴിഞ്ഞു. യു ഓഫ് ടി -3 പ്ലസ് യു ഓഫ് -t+2. ഇനി നമുക്ക് എക്സ് ഓഫ് 2t ആണ്. അപ്പോൾ ഇപ്പോൾ ടൈം ഷിഫ്റ്റഡ് പൾസസ് ആണ് വരച്ചിരിക്കുന്നത്. ഇനി നമുക്ക് എക്സ് ഓഫ് 2t വരയ്ക്കണം. അപ്പോൾ എക്സ് ഓഫ് ടിയുടെ ടൈം സ്കെയിലിംഗ് ആണ് എക്സ് ഓഫ് 2t. 2 ടൈംസ് എക്സ് ഓഫ് ടിയുടെ ടൈം സ്കെയിലിംഗ് ആണ് എക്സ് ഓഫ് 2t. അപ്പോൾ നമുക്ക് എക്സ് ഓഫ് 2t വരയ്ക്കണം എന്നുണ്ടെങ്കിൽ എക്സ് ഓഫ് 2t ഇവിടെ വരച്ചിട്ടുണ്ട്. എക്സ് ഓഫ് 2t. അപ്പോൾ എക്സ് ഓഫ് ടിയിൽ നിന്നാണ് എക്സ് ഓഫ് 2t വരയ്ക്കുക. അപ്പോൾ എക്സ് ഓഫ് ടി നോക്കുക, അതായത് 2t എന്ന് പറയുമ്പോൾ ടൈം ഇവിടെ ഹാഫ് ആയിട്ട് വരിക. × 2 അല്ല വരിക, /2 ആണ് വരിക എക്സ് ഓഫ് 2t എന്ന് പറയുമ്പോൾ. അപ്പോൾ ഇവിടെ വൈ ആക്സിസിൽ ആംപ്ലിറ്റ്യൂഡിൽ വ്യത്യാസമില്ല, ടൈമിൽ മാത്രമാണ് വ്യത്യാസം. ആംപ്ലിറ്റ്യൂഡിൽ സ്കെയിലിംഗ് ഇല്ല, ടൈമിൽ മാത്രമാണ് സ്കെയിലിംഗ്. എക്സ് ഓഫ് 2t എന്ന് പറയുമ്പോൾ എക്സ് ഓഫ് ടിയിലെ ടിയെ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ അവിടെ 3 ആണെങ്കിൽ ഇവിടെ 3/2 അതായത് 1.5. ഓക്കെ, ഇവിടെ 2 ആണെങ്കിൽ 2/2 അപ്പോൾ അവിടെ 1. സോ ദിസ് ഈസ് അവർ എക്സ് ഓഫ് 2t. ഐ തിങ്ക് ഇറ്റ് ഈസ് ക്ലിയർ. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ യു ഓഫ് ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്, യു ഓഫ് -t എന്ന് പറഞ്ഞാൽ ഇത്. യു ഓഫ് ടി ഈസ് ഈക്വൽ ടു 1 വെൻ ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ. ദിസ് ഈസ് യു ഓഫ് -t. യു ഓഫ് -t ഈസ് ഈക്വൽ ടു 1 വെൻ -t ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഇനി യു ഓഫ് ടി -3 എന്ന് പറയുമ്പോൾ 3 യൂണിറ്റ് റൈറ്റിലോട്ട്. യു ഓഫ് -t+2 എന്ന് പറയുമ്പോൾ മൈനസിൻ്റെ പ്ലസ് എന്ന് പറയുമ്പോൾ 2 യൂണിറ്റ് ഇപ്പുറത്തേക്ക് നീങ്ങി. സോ ദിസ് ഈസ് അവർ യു ഓഫ് -t+2. ഇതാണ് നമ്മളുടെ എക്സ് ഓഫ്, അതായത് യു ഓഫ് -t+2 പ്ലസ് യു ഓഫ് ടി -3. അപ്പോൾ എക്സ് ഓഫ് ടി ആണ് നമ്മൾ ആദ്യം വരച്ചത്. എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു യു ഓഫ് -t+2 പ്ലസ് യു ഓഫ് 2 -3. ഇനി നമുക്ക് വരയ്ക്കേണ്ടത് എക്സ് ഓഫ് 2t. എക്സ് ഓഫ് 2t ഇവിടെ വരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ എക്സ് ഓഫ് ടി വരച്ച് കഴിഞ്ഞ ശേഷം എക്സ് ഓഫ് 2t നോക്കുക. ഇവിടെ 3ലാണ് ആംപ്ലിറ്റ്യൂഡ് 1. ആ 3/2 വരും, കാരണം 2t എന്ന് പറയുമ്പോൾ ടൈമിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 1.5. ആംപ്ലിറ്റ്യൂഡ് എത്രയാണ്? ആംപ്ലിറ്റ്യൂഡ് 1 തന്നെ, നോ ചേഞ്ച്. അടുത്തത് ഇവിടെ 2-ൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ടൈമിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 2നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1. സോ ദിസ് ഈസ് അവർ എക്സ് ഓഫ് 2t. ഐ തിങ്ക് ദിസ് ക്വസ്റ്റൻ ഈസ് ക്ലിയർ. അപ്പോൾ ടൈം ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി, ടൈം സ്കെയിലിംഗ് പ്രോപ്പർട്ടി ഇതൊക്കെ നമ്മൾ ഉപയോഗിച്ചു. ഓക്കെ, ഐ തിങ്ക് ദിസ് ഈസ് ക്ലിയർ. 2t എന്ന് പറയുമ്പോൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. t/2 എന്ന് പറയുമ്പോൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. യു ഓഫ് ടി എക്സ് ഓഫ് t/2 എന്ന് പറയുമ്പോഴാണ് × 2 ചെയ്യേണ്ടത്. എക്സ് ഓഫ് 2t എന്ന് പറയുമ്പോൾ ഡിവൈഡ് ചെയ്യാണ് വേണ്ടത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഫൈൻ വെദർ ദ ഫോളോയിങ് സിഗ്നൽ ഈസ് ഓഡ് ഓർ ഈവൺ. തന്നിരിക്കുന്ന സിഗ്നൽ ഓഡ് സിഗ്നൽ ആണോ ഈവൺ സിഗ്നൽ ആണോ? സിഗ്നൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിത്തിങ് ദാറ്റ് ക്യാരീസ് ഇൻഫർമേഷൻ ഈസ് നോൺ എ സിഗ്നൽ. എനിത്തിങ് ദാറ്റ് ക്യാരീസ് ഇൻഫർമേഷൻ ഈസ് നോൺ എ സിഗ്നൽ. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സിഗ്നൽസ് ആർ ദർ. അപ്പോൾ അതിൽ ഈ തന്നിരിക്കുന്ന സിഗ്നൽ വി നീഡ് ടു ചെക്ക് വെദർ ഇറ്റ് ഈസ് ഓഡ് ഓർ ഈവൺ. ഇത് ഓഡാണോ ഈവൻ ആണോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ ഓഡാണോ ഈവൻ ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട്, അപ്പോൾ നമുക്ക് ഈവൻ ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ടുള്ള എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു എക്സ് ഓഫ് -t ആണെങ്കിൽ ഇറ്റ് ഈസ് ഈവൺ. അതാണ് ആദ്യം ചെക്ക് ചെയ്യാൻ എളുപ്പം. എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു എക്സ് ഓഫ് -t. എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു എക്സ് ഓഫ് -t ആണെങ്കിൽ അത് ഈവൺ. ഈവൺ അല്ല എന്ന് പറഞ്ഞാൽ മാത്രം നമ്മൾ എന്തിലേക്ക് കിടന്നാൽ മതി? ഓടിൽ കിടന്നാൽ മതി. എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു എക്സ് ഓഫ് -t ആണെന്ന് ചെക്ക് ചെയ്യുക. ഓഡിൻ്റെ ഫംഗ്ഷൻ, ഓഡിൻ്റെ വാല്യൂ വേറെയാണ്. എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു എക്സ് ഓഫ് -t. അടുത്ത എക്സ് ഓഫ് -t ഈസ് ഈക്വൽ ടു -x ഓഫ് ടി ആണ് ഓഡിൻ്റെ ആ ഒരു ഫോർമുല. ഇവിടെ എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു എക്സ് ഓഫ് -t ആണെങ്കിൽ ഡെഫിനറ്റ്ലി ദാറ്റ് സിഗ്നൽ ഈസ് എൻ ഈവൺ സിഗ്നൽ. അപ്പോൾ നമുക്ക് നോക്കാം ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണ്ടോ എന്നുള്ളത്. എക്സ് ഓഫ് ടി തന്നിട്ടുണ്ട്. വാട്ട് ഈസ് എക്സ് ഓഫ് ടി? എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു, വാട്ട് ഈസ് എക്സ് ഓഫ് ടി? t⁻⁴ പ്ലസ് 4t² പ്ലസ് 6. വാട്ട് ഈസ് എക്സ് ഓഫ് -t?
അപ്പോൾ ആദ്യം എക്സ് ഓഫ് ടി തന്നിട്ടുണ്ട് ടി റേസ് ടു 4 പ്ലസ് 4t² പ്ലസ് 6. അപ്പോൾ എക്സ് ഓഫ് മൈനസ് ടി എന്ന് പറഞ്ഞാൽ ടിക്ക് മൈനസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ഈസ് ഈക്വൽ ടു മൈനസ് ടി ഓൾ റേസ് ടു 4 പ്ലസ് 4 ഇൻറ്റു മൈനസ് ടി ഓൾ റേസ് ടു 2 പ്ലസ് 6. ഓക്കെ, ഈസ് ഈക്വൽ ടു മൈനസ് ടി ഓൾ റേസ് ടു 4 എന്താ മൈനസ് ടി ഇൻറ്റു മൈനസ് ടി ഇൻറ്റു മൈനസ് ടി ഇൻറ്റു മൈനസ് ടി, അതായത് മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ്, പ്ലസ് ഇൻറ്റു മൈനസ് മൈനസ്, മൈനസ് ഇൻറ്റു പ്ലസ് എഗെയിൻ പ്ലസ്. അപ്പോൾ മൈനസ് ഇൻറ്റു മൈനസ് ഇൻറ്റു മൈനസ് ഇൻറ്റു മൈനസ്. ഓക്കെ, അപ്പോൾ വീണ്ടും പ്ലസ് വരും, 2 മൈനസ് വരുമ്പോൾ പ്ലസ്, അടുത്ത 2 മൈനസ് വരുമ്പോൾ പ്ലസ്, പ്ലസ് ഇൻറ്റു പ്ലസ് പ്ലസ്. അപ്പോൾ ടി റേസ് ടു 4 പ്ലസ് മൈനസ് ടിയുടെ സ്ക്വയർ മൈനസ് ടി ഇൻറ്റു മൈനസ് ടി പ്ലസ് ടി സ്ക്വയർ, പ്ലസ് ടി സ്ക്വയർ ഇൻറ്റു 4 4t² പ്ലസ് 6. അപ്പോൾ എക്സ് ഓഫ് ടി നമുക്ക് കിട്ടിയിട്ടുണ്ട്, തന്നിട്ടുണ്ട് ടി റേസ് ടു 4 പ്ലസ് 4t² പ്ലസ് 6. എക്സ് ഓഫ് മൈനസ് ടി നമുക്ക് അത് തന്നെ കിട്ടി, ടി റേസ് ടു 4 പ്ലസ് 4t² പ്ലസ് 6. അപ്പോൾ എങ്ങനെ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം? എക്സ് ഓഫ് ടി ഇസ് ഈക്വൽ ടു എക്സ് ഓഫ് മൈനസ് ടി. അപ്പോൾ ഈവൺ ഫംഗ്ഷൻ്റെ ഈവൺ സിഗ്നലിൻ്റെ കണ്ടീഷൻ അത് സാറ്റിസ്ഫൈ ചെയ്തു. Therefore the given signal is even signal. Therefore the given signal is even signal. Okay, therefore the given signal is even signal. Okay, അപ്പോൾ എ പാർട്ടിലത്തെ നമ്മളുടെ 2 ക്വസ്റ്റ്യനും കംപ്ലീറ്റ് ആയിരിക്കണം. ഒരു ക്വസ്റ്റ്യൻ സിഗ്നൽ ഈവൺ ആണോ ഓഡ് ആണോ ചെക്ക് ചെയ്യുള്ളത്, മറ്റേ ക്വസ്റ്റ്യൻ്റെ ഇത് പ്ലോട്ട് ചെയ്യാനുള്ളത്. ഓക്കെ, ഇനി ബി പാർട്ടിലെ മൊഡ്യൂൾ 1 ബി പാർട്ടിലെ ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ റെസ്പോൺസ് ഓഫ് എ സിസ്റ്റം വിത്ത് എൻ ഇമ്പൾസ് റെസ്പോൺസ് എച്ച് ഓഫ് ടി ഇസ് ഈക്വൽ ടു യു ഓഫ് ടി for an input signal of x of t is equal to e raised to minus alpha t u of t. So this is system. System is a device which produces an output signal according to an input signal. Signal means anything that carries information is known as signal. System is a device which produces an output signal according to the input signal. ഒരു ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള സംവിധാനം. അപ്പോൾ ആ ഡിവൈസിനെയും ആ ഇൻപുട്ടിനെയും ആ ഔട്ട്പുട്ടിനെയും കൂട്ടിച്ചേർത്ത് പറയുന്ന പേരാണ് സിസ്റ്റം. ഒരു സിസ്റ്റത്തിൻ്റെ input signal ആണ് x of t. The system is represented as h of t and its output is y of t. Output is y of t. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഫൈൻഡ് ദ റെസ്പോൺസ് ഓഫ് എ സിസ്റ്റം. റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ y of t ആണ് കണ്ടുപിടിക്കേണ്ടത്. ഫൈൻഡ് ദ റെസ്പോൺസ് ഓഫ് എ സിസ്റ്റം ഇഫ് ഇൻപുട്ട് സിഗ്നൽ x of t is equal to e raised to minus alpha t u of t and h of t is equal to u of t. അപ്പോൾ h of t തന്നിട്ടുണ്ട്, x of t തന്നിട്ടുണ്ട്. What is h of t? h of t is equal to u of t given. x of t is equal to input signal. What is it? E raised to minus alpha t into u of t. By using convolution integral, we can find the response of the system. What is the response of the system? Y of t. So y of t is equal to x of t convolution h of t. Y of t is equal to x of t convolution h of t. Convolution integral. Okay, convolution integral. Y of t is equal to x of t convolution h of t is equal to, and x of t convolution h of t എന്ന് പറഞ്ഞാൽ എന്താ convolution integral ഫോർമുല? മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി x of tau h of t minus tau d tau. x of tau h of t minus tau d tau. x of t convolution h of t. x of t തന്നിട്ടുണ്ട്, h of t തന്നിട്ടുണ്ട്, y of t കണ്ടുപിടിക്കാനാണ്. By using convolution integral formula we can find out the response of the system. Y of t is equal to x of t convolution h of t, which is equal to minus infinity to infinity x of tau h of t minus tau d tau is equal to, the value substitute here, is equal to minus infinity to infinity. What is x of tau? x of tau എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x of t ലെ t എന്നുള്ളത് മുഴുവൻ tau ആയിട്ട് മാറും. x of t ലെ t എന്നുള്ളത് മുഴുവൻ tau ആയിട്ട് മാറും. അപ്പോൾ x of t is equal to e raised to minus alpha t u of t എന്നുള്ളത് x of tau ആയിട്ട് വരുമ്പോൾ e raised to minus alpha tau u of tau. e raised to minus alpha tau u of tau. So e raised to minus alpha tau u of tau. അപ്പോൾ എക്സ് ഓഫ് ടി എങ്ങനെ എക്സ് ഓഫ് ടോ ചെയ്ത് എക്സ് ഓഫ് ടിയിലെ ടി മുഴുവൻ ടോ ആവുമ്പോൾ എക്സ് ഓഫ് ടോ. അടുത്തത് എച്ച് ഓഫ് ടി ബിക്കംസ് എച്ച് ഓഫ് ടി മൈനസ് ടോ. അപ്പോൾ എച്ച് ഓഫ് ടിയിലെ ടി എല്ലാം ടി മൈനസ് ടോ ആയിട്ട് മാറും.
അപ്പോൾ അതാണ് എക്സ് ഓഫ് ടി എന്നുള്ളത് ഇ റേസ് ടു മൈനസ് ആൽഫ ടി യു ഓഫ് ടി ആണെങ്കിൽ എക്സ് ഓഫ് ടോ എന്ന് പറഞ്ഞാൽ ടി ടോ ആയിട്ട് മാറും. പക്ഷേ എച്ച് ഓഫ് ടി എന്നുള്ളത് യു ഓഫ് ടി ആണെങ്കിൽ എച്ച് ഓഫ് ടി മൈനസ് ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എച്ച് ഓഫ് ടിയിലെ ടി എല്ലാം ടി മൈനസ് ടോ ആയിട്ട് മാറും. ഹിയർ വാട്ട് ഈസ് എച്ച് ഓഫ് ടി? യു ഓഫ് ടി. ദെൻ വാട്ട് ഈസ് എച്ച് ഓഫ് ടി മൈനസ് ടോ? യു ഓഫ് ടി മൈനസ് ടോ. ദെൻ അപ്പോൾ എക്സ് ഓഫ് ടി കൺവല്യൂഷൻ എച്ച് ഓഫ് ടി ഈസ് ഈക്വൽ ടു ദിസ് ഈസ് അവർ എക്സ് ഓഫ് ടോ ആൻഡ് ദിസ് ഈസ് അവർ എച്ച് ഓഫ് ടി മൈനസ് ടോ ഡി ടോ. അപ്പോൾ ഫോർമുലയിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു എക്സ് ഓഫ് ടോ എച്ച് ഓഫ് ടി മൈനസ് ടോ ഡി ടോ. എങ്ങനെയാണ് ഇത്തരം ഇൻ്റഗ്രേഷൻ നമ്മൾ ചെയ്യുക? ഇൻ്റഗ്രേഷൻ ചെയ്യുന്നതിന് അതിൻ്റേതായിട്ടുള്ള ഒരു പ്രോസസ്സ് ഉണ്ട്. ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കുക, ദിസ് ഈസ് ദ യൂണിറ്റ് ഫംഗ്ഷൻസ്. ആ യൂണിറ്റ് ഫംഗ്ഷൻസ് എടുക്കുക. ഫസ്റ്റ് യൂണിറ്റ് ഫംഗ്ഷൻ യു ഓഫ് ടി. യു ഓഫ് ടോ ഇസ് ഈക്വൽ ടു 1 വെൻ ടോ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഓക്കെ, അതാണ് യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ. യു ഓഫ് ടോ ഇസ് ഈക്വൽ ടു 1 വെൻ ടോ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അടുത്ത ഫംഗ്ഷൻ എടുക്കുക, സ്റ്റെപ്പ് ഫംഗ്ഷൻസും മാത്രം. യു ഓഫ് ടി മൈനസ് ടോ ഇസ് ഈക്വൽ ടു 1 വെൻ ടി മൈനസ് ടോ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ടി മൈനസ് ടോ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഓക്കെ, അപ്പോൾ യു ഓഫ് ടോ ഇസ് ഈക്വൽ ടു 1, യു ഓഫ് ടി മൈനസ് ടോ ഇസ് ഈക്വൽ ടു 1 വെൻ ടി മൈനസ് ടോ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. എനിക്കിവിടെ ടി മൈനസ് ടോ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്നുള്ളതിനെ എനിക്ക് മാറ്റണം. കാരണം ഇതിവിടെ ടോന്റെ ടേംസിലേക്ക് മാറ്റണം എല്ലാത്തിനെയും. ഇവിടെ ടോ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, ഇവിടെ ടോ എത്രയ്ക്കും വരുന്നുള്ളതാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ മൈനസ് ടോ എന്നാണ് കൊടുക്കണേ. അപ്പോൾ മൈനസ് ടോയെ മാറ്റാൻ വേണ്ടിയിട്ട് ഇതിനെ മൊത്തത്തിൽ ഞാൻ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അതായത് യു ഓഫ് ടി മൈനസ് ടോ ഇസ് ഈക്വൽ ടു 1 വെൻ, ഇതിനെ റീഅറേഞ്ച് ചെയ്യുന്ന വിധം മനസ്സിലാക്കുക കേട്ടോ. ടി മൈനസ് ടോ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. എനിക്ക് ടോയുടെ വാല്യൂ എത്ര വരുമ്പോഴാണ് യു ഓഫ് ടി മൈനസ് ടോ 1 എന്നാണ് നോക്കേണ്ടത്. ഇവിടെ ടോ അല്ല കിടക്കണേ, മൈനസ് ടോ. അതുകൊണ്ടാണ് മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തത്. എല്ലായിടത്തും കൊണ്ട് മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല. ഇവിടുത്തെ സിറ്റുവേഷനിൽ ഇവിടെ മൈനസ് ടോ ആയതുകൊണ്ട് ടി എ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് ടി, മൈനസ് ടോനെ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പ്ലസ് ടോ. അപ്പോൾ മൈനസ് ടി പ്ലസ് ഈ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 വിൽ ബിക്കം ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. Greater than or equal to 0 becomes less than or equal to 0. So minus t plus tau less than or equal to 0. That is tau less than or equal to ഈ മൈനസ് ടി അപ്പുറത്തേക്ക് വരുമ്പോൾ പ്ലസ് ടി, ഈ മൈനസ് ടി അപ്പുറത്തേക്ക് വരുമ്പോൾ പ്ലസ് ടി. അപ്പോൾ നോക്കൂ, യു ഓഫ് ടോ ഈസ് ഈക്വൽ ടു 1 വെൻ ടോ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ക്ലിയർ? യു ഓഫ് ടി മൈനസ് ടോ ഈസ് ഈക്വൽ ടു 1 വെൻ ടോ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി. അപ്പോൾ ടോന്റെ വാല്യൂ 0നേക്കാൾ വലുതാവുമ്പോഴും, ടോന്റെ വാല്യൂ 0 അല്ലെങ്കിൽ 0നേക്കാൾ വലുതാവുമ്പോഴും, ടോന്റെ വാല്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ആവുമ്പോഴാണ് ഈ രണ്ട് ഫംഗ്ഷൻസ് എന്ത് വരണേ? 1 വരണേ. സോ അവർ ഇന്റഗ്രേഷൻ ലിമിറ്റ്സ് ആർ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി. ഇതാണ് നമ്മുടെ ഇന്റഗ്രേഷൻ ലിമിറ്റ്സ്. ദിസ് ഈസ് മൈനസ് ഇൻഫിനിറ്റി ആൻഡ് ദിസ് ഈസ് പ്ലസ് ഇൻഫിനിറ്റി. ദിസ് ഈസ് മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി ആണ് അവർ ഇന്റഗ്രേഷൻ ലിമിറ്റ്സ്. പക്ഷേ ഇവിടെ യു ഓഫ് ടോ ഇസ് ഈക്വൽ ടു 1, യു ഓഫ് ടി മൈനസ് ടോ ഇസ് ഈക്വൽ ടു 1 എന്നുള്ള കണ്ടീഷനിൽ ഇത് 1 അല്ലെങ്കിൽ ഇത് 0 ആണ്. യു ഓഫ് ടി ഇസ് ഈക്വൽ ടു 1 വെൻ ടോ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അതർവൈസ് യു ഓഫ് ടോ ഇസ് ഈക്വൽ ടു 0. അത് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആട്ടോ. യു ഓഫ് ടോ ഇസ് ഈക്വൽ ടു 1 വെൻ ടോ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അതർവൈസ് യു ഓഫ് ടോ ഇസ് ഈക്വൽ ടു 0. അതേപോലെ അപ്പോൾ ഇത് 0 ആണെങ്കിൽ മൊത്തം ഫംഗ്ഷൻ ഇല്ല. അതേപോലെ യു ഓഫ് ടി മൈനസ് ടോ ഇസ് ഈക്വൽ ടു 1 വെൻ ടോ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി. അതർവൈസോ യു ഓഫ് ടി മൈനസ് ടോ ഇസ് ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് ഈ ഫംഗ്ഷൻ എപ്പോഴാണ് ഇതിന്റെ വാല്യൂം 1 ആവുമ്പോഴേ ഈ മൊത്തം ഫംഗ്ഷൻ അവിടെ നിലനിൽക്കുന്നുള്ളൂ. അല്ലാത്ത സമയത്ത് ഇതെല്ലാം 0 ആണ്. അപ്പോൾ മൊത്തം ഒന്നുമില്ല. അപ്പോൾ നമുക്ക് ഈ ടോന്റെ വാല്യൂ എത്രയ്ക്കും ഇടയിൽ വരുമ്പോഴാണ് ഈ ഫംഗ്ഷൻ നിൽക്കുക എന്നാണ് നമ്മൾ നോക്കേണ്ടത്. അവർ ഇന്റഗ്രേഷൻ ലിമിറ്റ്സ് ആർ ബിറ്റ്വീൻ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി. ഓക്കെ, അപ്പോൾ മൈനസ് ഇൻഫിനിറ്റിക്കും പ്ലസ് ഇൻഫിനിറ്റിക്കും ഇടയിലാണ് നമ്മളുടെ ഇന്റഗ്രേഷൻ ലിമിറ്റ്സ് കിടക്കണേ. പക്ഷേ നമുക്ക് ടോയുടെ വാല്യൂ 0നേക്കാൾ മേലെ വരുമ്പോഴും ടോന്റെ വാല്യൂ ടിയേക്കാൾ കുറവ് വരുമ്പോഴും, ടോ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, ടോ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി, ഈ ഒരു റേഞ്ചിൽ മാത്രമേ ഈ രണ്ട് ഫംഗ്ഷൻസ് ഉള്ളൂ. അല്ലാത്ത സമയത്ത് 0നേക്കാൾ ചെറുതാണെങ്കിലും ടിയേക്കാൾ മേലെയാണെങ്കിലും ഇതും 0, ഇതും 0, ഇത് 0, ഇത് മൊത്തം 0. സോ നോ ഫംഗ്ഷൻ എക്സിസ്റ്റ്. അപ്പോൾ നമുക്ക് ടോയുടെ വാല്യൂ 0നേക്കാൾ മേലെ അപ്പുറത്തേക്ക്, ടോയുടെ വാല്യൂ ടീനേക്കാൾ കുറവ് ഇപ്പുറത്തേക്ക്, ഇൻ ബിറ്റ്വീൻ ദീസ് വാല്യൂസ് ഇത് 1 ആണ്, ഇത് 1 ആണ്. അല്ലാത്ത സമയത്ത് ഈ ഫംഗ്ഷൻ 0. അപ്പോൾ ഞാൻ ഈ ഇന്റഗ്രേഷൻ ലിമിറ്റ്സ് ആർ റെഡ്യൂസ്ഡ് ഫ്രം മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എന്നുള്ളത് ടു എന്തൊക്കെയായിട്ട് മാറി? 0 ടു ടി. മൈനസ് ഇൻഫിനിറ്റി മുതൽ പ്ലസ് ഇൻഫിനിറ്റി വരെ ഉള്ള ഇന്റഗ്രേഷൻ ലിമിറ്റ്സ് എത്ര വരെ എടുത്താൽ മതി? 0 തൊട്ട് ടി വരെ. കാരണം 0 തൊട്ട് ടി വരെ മാത്രമേ ഈ ഫംഗ്ഷൻ ഉള്ളൂ. അല്ലാത്ത സമയത്ത് ഇതെല്ലാം 0 ആണ്, മൊത്തം 0 ആണ്. സോ ഇന്റഗ്രൽ 0 ടു ടി ഇ റൈസ് ടു മൈനസ് ആൽഫ ടോ യു ഓഫ് ടോ ഇസ് ഈക്വൽ ടു എത്രയാ? 1. കാരണം ഇതിനിടയ്ക്ക് യു ഓഫ് ടോ ഇസ് ഈക്വൽ ടു 1, യു ഓഫ് ടി മൈനസ് ടോ ഇസ് ഈക്വൽ ടു 1 ഡി ടോ.
ഓക്കെ. അപ്പോൾ ഇസ് ഈക്വൽ ടു 0 to t. അപ്പോൾ ഇന്റഗ്രേഷൻ ലിമിറ്റ്സ് ഈസി മാറിക്കഴിഞ്ഞു. 0 to t e raised to minus alpha t d tau. ഓക്കെ. ദെൻ ഇത് നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യണമെങ്കിൽ ഇസ് ഈക്വൽ ടു, അപ്പോൾ ഇന്റഗ്രൽ 0 to t e raised to minus alpha tau d tau. ഇതാണ് നമ്മളുടെ ഇന്റഗ്രേഷൻ നമുക്ക് കിട്ടിയത്. എങ്ങനെയത് ചെയ്യാം? ഇസ് ഈക്വൽ ടു, അപ്പോൾ ഇ റൈസ് ടു മൈനസ് ആൽഫ ടോന്റെ ഇന്റഗ്രേഷൻ ഇ റൈസ് ടു മൈനസ് ആൽഫ ടോ ഇസ് ഈക്വൽ ടു ഇ റൈസ് ടു മൈനസ് ആൽഫ ടോ ബൈ വിത്ത് റെസ്പെക്ട് ടു ഡി ടോ ആണ്. അപ്പോൾ ഇ റൈസ് ടു മൈനസ് ആൽഫ ടോ ബൈ മൈനസ് ആൽഫ. വാട്ട് ആർ ദ ലിമിറ്റ്സ്? ലിമിറ്റ്സ് ആർ 0 to t. ലിമിറ്റ്സ് ആർ 0 to t. അപ്പോൾ ഇ റൈസ് ടു 2x dx എന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ ഇ റൈസ് ടു 2x dx എന്ന് വെച്ചാൽ ഇ റൈസ് ടു 2x by 2. ഇന്റഗ്രൽ ഇ റൈസ് ടു 3x dx എന്ന് പറഞ്ഞാൽ ഇ റൈസ് ടു 3x by 3. ഇന്റഗ്രൽ ഇ റൈസ് ടു മൈനസ് ആൽഫ ടോ ഡി ടോ എന്ന് പറഞ്ഞാൽ ഇ റൈസ് ടു മൈനസ് ആൽഫ ടോ ബൈ മൈനസ് ആൽഫ. അപ്പോൾ ടോന്റെ കോഎഫിഷ്യന്റോട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഇ റൈസ് ടു മൈനസ് ആൽഫ ടോ ബൈ മൈനസ് ആൽഫ. വാട്ട് ആർ ദ ലിമിറ്റ്സ്? 0 and t ഇസ് ഈക്വൽ ടു മൈനസ് 1 by ആൽഫ ഇൻറ്റു ടോക്ക് അപ്പർ ലിമിറ്റ് കൊടുക്കുക, ലോവർ ലിമിറ്റ് കൊടുക്കുക. ടോക്ക് അപ്പർ ലിമിറ്റ് കൊടുക്കുക, ദെൻ ലോവർ ലിമിറ്റ് കൊടുക്കുക, മൈനസ് ചെയ്യുക. അതാണല്ലോ ഇന്റഗ്രേഷൻ്റെ ഒരു പ്രൊസീജിയർ. അപ്പോൾ 1 by മൈനസ് ആൽഫ ഓർ മൈനസ് 1 by ആൽഫ പുറത്തേക്ക് എടുത്തു. ഇനിയുള്ളത് ഇ റൈസ് ടു മൈനസ് ആൽഫ ടോ ലിമിറ്റ്സ് ആർ 0 to t ഇസ് ഈക്വൽ ടു 1 by ആൽഫ ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ആൽഫ ടി മൈനസ് ടോക്ക് ഞാൻ ടി എന്ന് കൊടുത്തു, അപ്പർ ലിമിറ്റ് കൊടുത്തു, മൈനസ് ഇനി ടിക്ക് 0 എന്ന് കൊടുക്കുക. ഇ റൈസ് ടു മൈനസ് ആൽഫ ഇൻറ്റു 0 ദാറ്റ് ഈസ് 1. സോ ദിസ് ഈസ് അവർ ആൻസർ. ഒന്നുകിൽ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം, അല്ല എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി എക്സ്പാൻഡ് ചെയ്ത് ഇങ്ങനെ എഴുതാം. 1 by ആൽഫ e raised to minus alpha t minus 1 by alpha. So this is our y of t. I think this portion is clear. അപ്പോൾ system h of t, input x of t, output y of t. Y of t is equal to x of t convolution h of t. കൺവല്യൂഷൻ ഇന്റഗ്രലിന്റെ നമ്മൾ ഫോർമുല അഡോപ്റ്റ് ചെയ്തു. is equal to minus infinity to infinity x of t h of t minus tau d tau. x of tau എന്ന് പറഞ്ഞാൽ x of tയിലെ ടി എല്ലാം ടോ ആയിട്ട് മാറി. എച്ച് ഓഫ് ടി മൈനസ് ടോ എന്ന് പറഞ്ഞാൽ എച്ച് ഓഫ് ടിയിലെ ടി എല്ലാം ടി മൈനസ് ടോ ആയിട്ട് മാറി. അപ്പോൾ ഇ റൈസ് ടു മൈനസ് ആൽഫ ടോ യു ടോ യു ഓഫ് ടി മൈനസ് ടോ ഡി ടോ. അപ്പോൾ അതിൽ യു ഓഫ് ടോ ഇസ് ഈക്വൽ ടു 1 വെൻ ടോ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അതാണ് അങ്ങനെയാണ് അതിന്റെ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യാം. യു ഓഫ് ടി മൈനസ് ടോ ഇസ് ഈക്വൽ ടു 1 വെൻ ടി മൈനസ് ടോ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. നമുക്ക് ടോന്റെ വാല്യൂ മൈനസ് ആയതുകൊണ്ട് ഞാൻ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ മൈനസ് ടി പ്ലസ് ടോ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബിക്കം ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. ദെൻ ടോ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി. അപ്പോൾ ഇന്റഗ്രേഷൻ ലിമിറ്റ് 0ക്കും ടിക്കും ഇടയിലായി. 0 to t റൈസ് ടു മൈനസ് ആൽഫ ടു ടി. അതിന് ഇന്റഗ്രേറ്റ് ചെയ്തു, അപ്പർ ലിമിറ്റ്സ് അപ്ലൈ ചെയ്തു. വി ഗോട്ട് ദ ഫൈനൽ ആൻസർ. ദിസ് ഇസ് അവർ y ഓഫ് ടി. ഓക്കെ, ഐ തിങ്ക് ദിസ് ക്വസ്റ്റ്യൻ ഈസ് ക്ലിയർ. അപ്പോൾ ബി പാർട്ടിലെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആ 11th ക്വസ്റ്റ്യൻ്റെ തന്നെ ബി പാർട്ട്. Determine the following systems are time invariant and linear. താഴെ കൊടുത്തിരിക്കുന്ന സിസ്റ്റം സിഗ്നൽസ് ആൻഡ് സിസ്റ്റംസ്. നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞു, സിഗ്നൽ ഈവൺ ആണോ ഓഡ് ആണോ? സിസ്റ്റം ആണ്. സിസ്റ്റം ഈസ് എ ഡിവൈസ് വിച്ച് പ്രൊഡ്യൂസസ് ആൻ ഔട്ട്പുട്ട് സിഗ്നൽ അക്കോർഡിംഗ് ടു ആൻ ഇൻപുട്ട് സിഗ്നൽ. അപ്പോൾ സിസ്റ്റം ലീനിയർ ആണോ ടൈം ഇൻവാരിയന്റ് ആണോ? ഇത് രണ്ടും നമുക്ക് ചെക്ക് ചെയ്യണം. അപ്പോൾ 1 by 1 ആയിട്ട് ചെക്ക് ചെയ്യാം. അപ്പോൾ അതിൽ ഫസ്റ്റ് നമുക്ക് ചെക്ക് ചെയ്യാൻ എളുപ്പം ടൈം വേരിയന്റ് ആണോ ടൈം ഇൻവേരിയന്റ് ആണോ എന്നുള്ളതാണ്. അപ്പോൾ ഒരു സിസ്റ്റം ടൈം വേരിയന്റ് ആണോ ടൈം ഇൻവേരിയന്റ് ആണോ എന്ന് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇഫ് ദ റിലേഷൻ ബിറ്റ്വീൻ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഡസൻ വാരി വിത്ത് ടൈം, ദ റിലേഷൻ ബിറ്റ്വീൻ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഡസൻ വാരി വിത്ത് ടൈം, അത് ടൈം ഇൻവേരിയന്റ് ആണ്. ഇഫ് റിലേഷൻ ബിറ്റ്വീൻ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഡസൻ വാരി വിത്ത് ടൈം, ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് doesn't vary with time. Input and output doesn't vary with time. അതാണ് ടൈം ഇൻവാരിയന്റ്. ടൈം ഇൻവാരിയന്റ്. അതർവൈസ് വേരിയന്റ്, റിലേഷൻ ബിറ്റ്വീൻ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് വാരീസ് വിത്ത് ടൈം ആണെങ്കിൽ ടൈം വേരിയന്റ്. ഇത് ടൈം ഇൻവാരിയന്റ്. ഓക്കെ, ഇനി എങ്ങനെയാണ് ലീനിയർ ആണെന്ന് ചെക്ക് ചെയ്യുക? അതായത് റെസ്പോൺസ് if a system obeys a superposition principle, if a system obeys a superposition principle, that system is known as a linear system. അപ്പോൾ ലീനിയർ സിസ്റ്റം എന്ന് പരിശോധിക്കുന്നത് അതായത് ലീനിയർ ആണോ നോൺ ലീനിയർ ആണോ ചെക്ക് ചെയ്യാനായിട്ട് if a system obeys a superposition principle, that system will be a linear system. Okay, otherwise it is a non-linear system. If system obeys superposition principle, if a system obeys superposition principle, it will be
a linear system. Or in other words we can say അതായത് response due to weighted sum of input signals is equal to sum of responses due to individual input signals. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസ്പോൺസ് ഡ്യൂ ടു വെയ്റ്റഡ് സം ഓഫ് ഇൻപുട്ട് സിഗ്നൽസ്. ഒരു സിസ്റ്റം അതിലേക്ക് ഒരു ഇൻപുട്ട് കൊടുത്തു x1 അപ്പോൾ എനിക്കൊരു ഔട്ട്പുട്ട് കിട്ടി y1. ഞാൻ അടുത്തതായിട്ട് വേറൊരു സമയത്ത് രണ്ടാമതൊരു ഇൻപുട്ട് കൊടുത്തു x2, അപ്പോൾ എനിക്ക് ഔട്ട്പുട്ട് കിട്ടി y2. അപ്പോൾ x1 കൊടുത്തപ്പോൾ എനിക്ക് y1 ഔട്ട്പുട്ട് കിട്ടി, x2 ഇൻപുട്ട് കൊടുത്തപ്പോൾ ആ സിസ്റ്റത്തിന്റെ ഔട്ട്പുട്ട് y2 കിട്ടി. ഇനി ഞാൻ സൈമൾട്ടേനിയസ് ആയിട്ട് x1 x2 ഒരേ സമയം നമ്മൾ കൊടുത്തു ഇൻപുട്ട്. അപ്പോൾ ഇൻപുട്ട് എന്താ x1 പ്ലസ് x2. അപ്പോൾ എനിക്ക് ഔട്ട്പുട്ട് y1 പ്ലസ് y2 കിട്ടുകയാണെങ്കിൽ ദാറ്റ് സിസ്റ്റം വിൽ ബി എ ലീനിയർ സിസ്റ്റം. ഓക്കെ, അപ്പോൾ അതാണ് പറഞ്ഞത് റെസ്പോൺസ് ഡ്യൂ ടു, റെസ്പോൺസ് മീൻസ് ഔട്ട്പുട്ട്, റെസ്പോൺസ് ഡ്യൂ ടു വെയ്റ്റഡ് സം ഓഫ് ഇൻപുട്ട് സിഗ്നൽസ്. അതായത് ഒരുമിച്ച് ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് കൊടുക്കുന്നതിന്റെ സം ആയിരിക്കും ഒരുമിച്ച് കൊടുത്താൽ. x1 കൊടുത്തപ്പോൾ എനിക്ക് y1 കിട്ടി, x2 കൊടുത്തപ്പോൾ എനിക്ക് y2 കിട്ടി, x1 x2 കൊടുത്തപ്പോൾ എനിക്ക് y1 y2 അറ്റ് എ ടൈമിൽ കിട്ടി. അങ്ങനെയാണെങ്കിൽ അത് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ ഒബേ ചെയ്തു. അങ്ങനെയാണെങ്കിൽ അത് ലീനിയർ ആണ്. അതർവൈസ് ഇറ്റ് ഈസ് എ നോൺ ലീനിയർ സിസ്റ്റം. അതാണ് പറയുന്നത് റെസ്പോൺസ് ഡ്യൂ ടു വെയ്റ്റഡ് സം ഓഫ് ഇൻപുട്ട് സിഗ്നൽസ് ഈസ് ഈക്വൽ ടു, റെസ്പോൺസ് ഡ്യൂ ടു വെയ്റ്റഡ് സം ഓഫ് ഇൻപുട്ട് സിഗ്നൽസ് ഈസ് ഈക്വൽ ടു സം ഓഫ് റെസ്പോൺസസ് ഡ്യൂ ടു ഇൻഡിവിജ്വൽ ഇൻപുട്ട് സിഗ്നൽസ്. ദാറ്റ് ഈസ് ലീനിയർ സിസ്റ്റം. അതർവൈസ് ഇറ്റ് ഈസ് എ നോൺ ലീനിയർ സിസ്റ്റം. സോ വി നീഡ് ടു ചെക്ക് വെദർ ദ ഗിവൺ സിസ്റ്റംസ് ആർ ലീനിയർ ഓർ നോൺ ലീനിയർ, പിന്നെ ടൈം വേരിയന്റ് ഓർ ടൈം ഇൻവേരിയന്റ്. ഇനി ഇതാണ് അതിന്റെ ഫിസിക്കൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ. ഇനി മാത്തമാറ്റിക്കലി നമുക്ക് എങ്ങനെയാണ് ടൈം വേരിയന്റ് ആണോ ടൈം ഇൻവേരിയന്റ് ആണോ ചെക്ക് ചെയ്യാം. അപ്പോൾ ടൈം വേരിയന്റ് ഫിസിക്കൽ എക്സ്പ്ലനേഷൻ പറഞ്ഞു, അതുപോലെ തന്നെ ലീനിയർ എന്നുള്ളതിന്റെ എക്സ്പ്ലനേഷൻ പറഞ്ഞു. ഇനി അതിന്റെ ഒരു മാത്തമാറ്റിക്കലി നമുക്ക് എങ്ങനെ ചെയ്യാം. ടൈം ഇൻവേരിയന്റ് ആണെങ്കിൽ ഇഫ് എ സിസ്റ്റം ഈസ് ടൈം ഇൻവേരിയന്റ് ഇറ്റ് ഒബേസ് y(t - t0) is equal to transform of x(t - t0). y(t - t0), y(t) എന്നുള്ളത് y(t) ഔട്ട്പുട്ട് ആണ്. y(t - t0) എന്നുള്ളത് അപ്പോൾ ഇൻപുട്ട് മാറുന്നതിനനുസരിച്ച് ഔട്ട്പുട്ട് മാറും. റിലേഷൻ ബിറ്റ്വീൻ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഡസൻ വേരി വിത്ത് ടൈം. അതിന്റെ ഒരു മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ആണ് y(t - t0) is equal to transform of x(t - t0). ഇനി എന്താ ലീനിയാരിറ്റി പറഞ്ഞ റെസ്പോൺസ് ഡ്യൂ ടു വെയ്റ്റഡ് സം ഓഫ് ഇൻപുട്ട് സിഗ്നൽസ് ഈസ് ഈക്വൽ ടു സം ഓഫ് റെസ്പോൺസസ് ഡ്യൂ ടു ഇൻഡിവിജ്വൽ ഇൻപുട്ട് സിഗ്നൽസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഒബേ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ എന്നർത്ഥം. ഹൗ ക്യാൻ വി മാത്തമാറ്റിക്കലി റെപ്രസെന്റ് ദിസ് ഫിസിക്കൽ സ്റ്റേറ്റ്മെന്റ്? a(y1) പ്ലസ് b(y2)? ഒരുമിച്ച് ഔട്ട്പുട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ ട്രാൻസ്ഫോം ഓഫ് a(x1) പ്ലസ് b(x2)? നേരത്തെ പറഞ്ഞതിന്റെ ഒരു മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ആണ്. അപ്പോൾ a(y1) പ്ലസ് b(y2) ഇസ് ഈക്വൽ ടു ട്രാൻസ്ഫോം ഓഫ് a(x1) പ്ലസ് b(x2). ഇനി നമുക്ക് 1 by 1 ആയിട്ട് എങ്ങനെയാണ് ലീനിയർ ആണോ ടൈം വേരിയന്റ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ അതിൽ ലീനിയർ ആണോ ടൈം വേരിയന്റ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യണമെങ്കിൽ ഏറ്റവും ആദ്യം ഇറ്റ് ഈസ് ബെറ്റർ ടു ചെക്ക് ടൈം വേരിയന്റ് ഓർ ടൈം ഇൻവേരിയന്റ് ഫസ്റ്റ്, എന്നിട്ട് ലീനിയർ ആണ് ചെക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ എളുപ്പമുള്ളത് ആദ്യം ചെക്ക് ചെയ്യാം. 3 × d/dt of y(t) plus 5t × y(t) is equal to x(t). That's our first question. 3 × d/dt of y(t) plus 5t × y(t) is equal to x(t). അപ്പോൾ അത് ടൈം വേരിയന്റ് ആണോ ടൈം ഇൻവേരിയന്റ് ആണോ എന്ന് ചെക്ക്. ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ അത് ഈ ഫോർമുല ഉപയോഗിക്കാതെ തന്നെ നമുക്ക് പറ്റും. സാധാരണ ഒരു സിസ്റ്റം തന്നു കഴിഞ്ഞാൽ ഈ ഫോർമുല ഉപയോഗിക്കാം. ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ ടൈം വേരിയന്റ് ആണോ ടൈം ഇൻവേരിയന്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് ഇതിലെ y(t), d/dt of y(t), d²/dt² of y(t) എന്ന ഫംഗ്ഷനുകളുടെ കോഎഫിഷ്യൻസ് കോൺസ്റ്റന്റ് ആണെങ്കിൽ ഇറ്റ് വിൽ ബി എ ടൈം ഇൻവേരിയന്റ് സിസ്റ്റം. കോൺസ്റ്റന്റ് അല്ല എന്നുണ്ടെങ്കിൽ ടൈം വേരിയന്റ് സിസ്റ്റം. ഐ എം റിപ്പീറ്റിംഗ്, y(t), d/dt of y(t), d²/dt² of y(t). ഇതിന്റെ കോഎഫിഷ്യൻസ് കോൺസ്റ്റന്റ് ആണെങ്കിൽ, അപ്പൊ നോക്കുക, d/dt of y(t)യുടെ കോഎഫിഷ്യന്റ് ഇവിടെ ഒരു കോൺസ്റ്റന്റ് ആണ്. അടുത്തത് y(t)യുടെ കോഎഫിഷ്യന്റ് ഇവിടെ കോൺസ്റ്റന്റ് അല്ല. ദിസ് ഈസ് നോട്ട് എ കോൺസ്റ്റന്റ്. Therefore the system is time varying, time variant, time invariant അല്ല. 5t എന്നുണ്ട്, അത് 5 എന്ന് മാത്രമാണെങ്കിൽ t ഇല്ല എന്നുണ്ടെങ്കിൽ അത് ടൈം ഇൻവേരിയന്റ് ആയേനെ. അപ്പൊ കോഎഫിഷ്യൻസ് കോൺസ്റ്റന്റ് അല്ലാത്തതുകൊണ്ട് അപ്പൊ ഒന്നാമത്തെ ആൻസർ കോഎഫിഷ്യന്റ് ഓഫ് y(t) is equal to 5t. ഓക്കെ, സോ കോഎഫിഷ്യന്റ് ഓഫ് y(t) is equal to 5t, which is not a constant. Therefore it is a time variant function or time varying function. ഇനി എങ്ങനെയാണത്? അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റിന്റെ ആദ്യത്തെ ആൻസറായി ടൈം വേരിയിങ് ആണെന്നുള്ളത് കിട്ടി. ഇനി അപ്പോൾ ടൈം ഇൻവാരിയന്റ് അല്ല, ടൈം വേരിയന്റ് ആണ്. എങ്ങനെയാണ് ലീനിയർ ആണെന്ന് ചെക്ക് ചെയ്യുക? ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ലീനിയർ ആണെന്ന് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പോൾ അതിന്റെ ഇക്വേഷൻ അവിടെ എഴുതിയിട്ടുണ്ട്.
എ വൈ വൺ ഓഫ് ടി പ്ലസ് ബി വൈ ടു ഓഫ് ടി ഇസ് ഈക്വൽ ടു ട്രാൻസ്ഫോം ഓഫ് എ എക്സ് വൺ ഓഫ് ടി പ്ലസ് ബി എക്സ് ടു ഓഫ് ടി. നോക്കുക, അപ്പോൾ ഏറ്റവും ആദ്യം ഞാൻ ഇതിനെ വൈ ഓഫ് ടി എന്നുള്ളത് വൈ വൺ ഓഫ് ടി ആക്കുക, എന്നിട്ട് അതിനെ എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഡി ബൈ ഡി ടി ഓഫ് വൈ ഓഫ് ടി എന്നുള്ളത് ഡി ബൈ ഡി ടി ഓഫ് വൈ വൺ ഓഫ് ടി പ്ലസ് 10 സൈൻ വൈ വൺ ഓഫ് ടി. സോറി, സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് എഴുതി പോയത്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെയാണ് നമുക്ക് ടൈം ലീനിയർ ആണോ നോൺ ലീനിയർ ആണോ ചെയ്യേണ്ടത്. 3 ഇൻറ്റു ഡി ബൈ ഡി ടി ഓഫ് വൈ ഓഫ് ടി എന്നുള്ളത് 3 ഇൻറ്റു ഡി ബൈ ഡി ടി ഓഫ് വൈ വൺ ഓഫ് ടി പ്ലസ് 5t ഇൻറ്റു വൈ വൺ ഓഫ് ടി ഇസ് ഈക്വൽ ടു എക്സ് വൺ ഓഫ് ടി. ഇനി നമുക്ക് വേണ്ടത് ആദ്യം വൈ ഓഫ് ടി എന്നുള്ളത് വൈ വൺ ഓഫ് ടി ആക്കുക, എക്സ് ഓഫ് ടി എന്നുള്ളത് എക്സ് വൺ ഓഫ് ടി ആക്കുക ത്രൂ ഔട്ട്. അത് കഴിഞ്ഞ് അതിനെ എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, എ എന്നുള്ള ഒരു കോൺസ്റ്റന്റ് കൊണ്ട് അതിനെ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 3a ഇൻറ്റു, അപ്പോൾ ഞാൻ ഇവിടെ തന്നെ 3a ഇൻറ്റു ഇവിടെ തന്നെ എഴുതി മൾട്ടിപ്ലൈ ചെയ്ത് എഴുതിയിട്ട് ഒറ്റ സ്റ്റെപ്പിൽ എഴുതി 3a ഇൻറ്റു ഡി ബൈ ഡി ടി ഓഫ് വൈ വൺ ഓഫ് ടി പ്ലസ് 5at ഇൻറ്റു 5at. അപ്പോൾ 5t ഇൻറ്റു എ എന്നുള്ളതിനെ 5at. ഓക്കെ, അതായത് ആദ്യം വൈ വൺ ഓഫ് ടി എഴുതി 5t ഇൻറ്റു വൈ വൺ ഓഫ് ടി 5t ഇൻറ്റു വൈ വൺ ഓഫ് ടി ഈസ് ഈക്വൽ ടു എക്സ് വൺ ഓഫ് ടി എന്നാണ് ഞാൻ ആദ്യം എഴുതിയിരുന്നത്. അപ്പോൾ അതിനെ ഓരോ ടേമിനും ഞാൻ എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ 3a ഇൻറ്റു ഡി ബൈ ഡി ടി ഓഫ് വൈ വൺ ഓഫ് ടി പ്ലസ് 5t ഇൻറ്റു എ ഈസ് ഈക്വൽ ടു 5at ഇൻറ്റു, അത് വേണമെങ്കിൽ വേറെ സ്റ്റെപ്പായിട്ട് എഴുതാട്ടോ, 5at ഇൻറ്റു വൈ വൺ ഓഫ് ടി ഈസ് ഈക്വൽ ടു എ ഇൻറ്റു എക്സ് വൺ ഓഫ് ടി. അപ്പോൾ ആദ്യം വൈ വൺ ഓഫ് ടി എന്നുള്ളത് വൈ ഓഫ് ടി മുഴുവൻ വൈ വൺ ഓഫ് ടി ആക്കുക, എക്സ് ഓഫ് ടി മുഴുവൻ എക്സ് വൺ ഓഫ് ടി ആക്കുക, ദെൻ അതിനെ എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ അതിനെ വേണമെങ്കിൽ ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കുക. ദെൻ ഇനി വൈ ഓഫ് ടി എന്നുള്ളത് വൈ ടു ഓഫ് ടി ആക്കുക, എക്സ് ഓഫ് ടി എന്നുള്ളത് എക്സ് ടു ഓഫ് ടി ആക്കുക, എന്നിട്ട് അതിനെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ബി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഞാൻ എഴുതി 3 ഇൻറ്റു ഡി ബൈ ഡി ടി ഓഫ് വൈ ടു ഓഫ് ടി പ്ലസ് 5t ഇൻറ്റു വൈ ടു ഓഫ് ടി ഇസ് ഈക്വൽ ടു എക്സ് ടു ഓഫ് ടി ഇസ് ഈക്വൽ ടു എക്സ് ടു ഓഫ് ടി. ഇനി ഇതിനെ എ കൊണ്ട് ബി കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഒന്നാമത്തെ ഇക്വേഷൻ കിട്ടാനായിട്ട് വൈ വൺ ഓഫ് ടി എക്സ് വൺ ഓഫ് ടി ആക്കിയതിന് ശേഷം എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തെങ്കിൽ രണ്ടാമത്തെ ഇക്വേഷൻ കിട്ടാനായിട്ട് വൈ ഓഫ് ടി ബിക്കംസ് വൈ ടു ഓഫ് ടി, എക്സ് ഓഫ് ടി ബിക്കംസ് എക്സ് ടു ഓഫ് ടി, എന്നിട്ട് അതിനെ ബി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 3b ഇൻറ്റു, ഇത് രണ്ടും കൂടി ഒറ്റ സ്റ്റെപ്പിൽ കാണിക്കുന്ന കാരണമാണ് ഞാൻ എഴുതിയത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 സ്റ്റെപ്പായിട്ട് വേണമെങ്കിൽ എഴുതാം. 3b ഇൻറ്റു ഡി ബൈ ഡി ടി ഓഫ് വൈ ടു ഓഫ് ടി പ്ലസ് 5bt ഇൻറ്റു വൈ ടു ഓഫ് ടി ഇസ് ഈക്വൽ ടു ബി ഇൻറ്റു എക്സ് ടു ഓഫ് ടി. ഇനി ഇത് നമ്മൾ ആഡ് ചെയ്യാൻ പോവുക. കാരണം ഒരു ഇൻപുട്ട് കൊടുത്തു എക്സ് വൺ ഓഫ് ടി, അപ്പോൾ ഔട്ട്പുട്ട് കിട്ടി വൈ ഓഫ് ടി വൈ വൺ ഓഫ് ടി, അടുത്ത ഇൻപുട്ട് എക്സ് ടു ഓഫ് ടി, പിന്നെ അപ്പുറത്തെ ഔട്ട്പുട്ട് വരും. ഇത് രണ്ടും കൂടി ഒരുമിച്ച് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നതാണ് നോക്കണേ. അപ്പോൾ ഒരുമിച്ച് കൊടുത്താലുള്ള ഔട്ട്പുട്ട് ഒറ്റയ്ക്ക് ഇൻപുട്ട് കൊടുത്താലുള്ള ഔട്ട്പുട്ടുകളുടെ സമ്മ തന്നെ ആയിരിക്കും എന്ന് ചെക്ക് ചെയ്യണം നമ്മൾ. അപ്പോൾ ഇത് ആഡ് ചെയ്യുമ്പോൾ ഇത് ആദ്യത്തെ ടേമുകൾ എടുത്തു, അതിലെ കോമൺ ഫാക്ടർ ഏതാ, ഡി ബൈ ഡി ടി. 3d ബൈ ഡി ടി ആണ് ഇതിൻ്റെ ഈ പറയുന്ന സംഭവത്തിൻ്റെ കോമൺ ഫാക്ടർ, ഫസ്റ്റ് ടേമിൻ്റെ കോമൺ ഫാക്ടർ. 3d ബൈ ഡി ടി ഓഫ് 3d ബൈ ഡി ടി ആണ് കോൺസ്റ്റന്റ്. അപ്പോൾ 3d ബൈ ഡി ടി ആണ് കോൺസ്റ്റന്റ്, അത് പുറത്തേക്ക് എടുത്തു ഇൻറ്റു ബാക്കി എന്തുള്ളത് എ വൈ വൺ ഓഫ് ടി പ്ലസ് ബി വൈ ടു ഓഫ് ടി പ്ലസ്, ഇനി അടുത്തത് രണ്ടാമത്തെ ഫംഗ്ഷൻ എടുത്തു, അതായത് ഇതും എടുത്തു. അതിൽ കോൺസ്റ്റന്റ് ആയിട്ട് കോമൺ ആയിട്ടുള്ളത് 5t ആണ്, 5t. അപ്പോൾ 5t ഇൻറ്റു ബ്രാക്കറ്റിൽ ഏതാ കോമൺ അല്ലാത്തത്, എ വൈ വൺ ഓഫ് ടി പ്ലസ് ബി വൈ ടു ഓഫ് ടി. അപ്പോൾ LHS ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി RHSകൾ ആഡ് ചെയ്യാം. RHSൽ കോമൺ ആയിട്ടൊന്നുമില്ല, ഈ പറഞ്ഞ RHSൽ കോമൺ ആയിട്ടൊന്നുമില്ല. അപ്പോൾ എ എക്സ് വൺ ഓഫ് ടി പ്ലസ് ബി എക്സ് ടു ഓഫ് ടി. നോക്കൂ, ഇതിപ്പോൾ നോക്കാം, അതായത് ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ വരുന്നത് എ വൈ വൺ ഓഫ് ടി പ്ലസ് ബി വൈ ടു ഓഫ് ടി, എ വൈ വൺ ഓഫ് ടി പ്ലസ് ബി വൈ ടു ഓഫ് ടി. അപ്പോൾ ആ ഫോർമുല അവിടെ സാറ്റിസ്ഫൈ ചെയ്തു. ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ എ വൈ വൺ ഓഫ് ടി പ്ലസ് ബി വൈ ടു ഓഫ് ടി, ഇപ്പുറത്ത് റൈറ്റ് സൈഡിൽ എ എക്സ് വൺ ഓഫ് ടി പ്ലസ് ബി എക്സ് ടു ഓഫ് ടി എന്നാണ് വന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ് ഇവിടെ. അപ്പോൾ ട്രാൻസ്ഫോർമേഷൻ ഓഫ് എ എക്സ് വൺ ഓഫ് ടി പ്ലസ് ബി എക്സ് ടു ഓഫ് ടി ഈക്വൽ ടു എ വൈ വൺ ഓഫ് ടി പ്ലസ് ബി വൈ ടു ഓഫ് ടി. അപ്പോൾ ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ LHSൽ എ വൈ വൺ ഓഫ് ടി പ്ലസ് ബി വൈ ടു ഓഫ് ടി എന്നും RHSൽ എ എക്സ് വൺ ഓഫ് ടി പ്ലസ് ബി എക്സ് ടു ഓഫ് ടി എന്നും കിട്ടിയിട്ടുള്ളത് കൊണ്ട്
ദ ഗിവൺ സിസ്റ്റം ഈസ് ലീനിയർ. ഇങ്ങനെയാണ് ലീനിയർ ആണോ ടൈം ഇൻവേരിയൻ്റ് ആണോ ചെക്ക് ചെയ്യുക. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ 2 ആൻസർ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ലീനിയർ ആണെന്ന് മനസ്സിലായി. പിന്നെ ടൈം ഇൻവേരിയൻ്റ് അല്ല, വേരിയൻ്റ് ആണെന്ന് മനസ്സിലായി. കാരണം അതിൻ്റെ കോഎഫിഷ്യൻ്റ് കോൺസ്റ്റൻ്റ് അല്ലാത്തത് കൊണ്ടാണ് അത് ടൈം ഇൻവേരിയൻ്റ് അല്ലാത്തത് ടൈം വേരിയിങ് ആയത്. ഓക്കെ, ഇനി ഇതേപോലെ രണ്ടാമത്തെയും മൂന്നാമത്തെയും നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, രണ്ടാമത്തെ d by dt of y of t, d by dt of y of t plus 10 sin y of t, 10 sin y of t is equal to 2x of t, is equal to 2x of t. അപ്പോൾ ഇത് ടൈം വേരിയൻ്റ് ആണോ ലീനിയർ ആണോ നോൺ ലീനിയർ ആണോ ചെക്ക് ചെയ്യണം. അപ്പോൾ ഏറ്റവും ആദ്യം ഇതിൻ്റെ കോഎഫിഷ്യൻറ്റ് നോക്കാം. y of t, t by dt of y of t, d square by dt square of y of t, x of t ഇതിൻ്റെയൊക്കെ കോഎഫിഷ്യൻസ് നോക്കുക. അപ്പോൾ d by dt of y of t യുടെ കോഎഫിഷ്യൻ്റ് ഇവിടെ എത്രയാണ്? 1 ആണ്, അത് കോൺസ്റ്റൻ്റ് ആണ്. അടുത്തത് 10 sin y of t, ഇവിടുത്തെ കോഎഫിഷ്യൻ്റ് എത്രയാണ്? കോൺസ്റ്റൻ്റ് ആണ്, 10 ആണ്. ഇവിടുത്തെ കോഎഫിഷ്യൻ്റ് ഒന്നും എഴുതിയില്ല എന്ന് പറഞ്ഞാൽ കോഎഫിഷ്യൻ്റ് 1 ആണ്. ഇവിടെ x of t യുടെ കോഎഫിഷ്യൻ്റ് 2 ആണ്. അപ്പോൾ എല്ലാ കോഎഫിഷ്യൻസും y of t, d by dt of y of t, d square by dt square of y of t ഇതിൻ്റെയൊക്കെ കോഎഫിഷ്യൻ്റ് കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് ടൈം ഇൻവേരിയൻ്റ് ആണ്. ടൈം ഇൻവേരിയൻ്റ് ഓർ ടൈം ഇൻവേരിയിങ് റിലേഷൻ ബിറ്റ്വീൻ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഡസിൻ്റ് ചേഞ്ച് വിത്ത് ടൈം, ടൈം ഇൻവേരിയിങ് ഫംഗ്ഷൻ ആണ്. ഇനി അത് അടുത്തത് ലീനിയർ ആണോ നോൺ ലീനിയർ ആണോ എന്ന് നേരത്തെ പോലെ തെളിയിക്കണം. അപ്പോൾ ഏറ്റവും ആദ്യം ഇതിനെ y of t എന്നുള്ളത് y1 of t ആക്കാം. അപ്പോൾ d by dt ഓഫ് y1 of t പ്ലസ് 10 sin y1 of t is equal to 2x1 of t. ഓക്കെ, ഇനി ഇതിനെ a കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. a കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ a ഇൻറ്റു ഡി ബൈ ഡി ടി ഓഫ് y1 of t പ്ലസ് 10a ഇൻറ്റു സൈൻ y1 of t is equal to 2a ഇൻറ്റു x1 of t. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 1. ഇനി അടുത്ത് y of t എന്നുള്ളത് y2 of t ആക്കുക. അപ്പോൾ d by dt ഓഫ് y2 of t പ്ലസ് 10 sin y2 of t is equal to 2x2 of t. ഇനി അതിനെ b കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ b ഇൻറ്റു ഡി ബൈ ഡി ടി ഓഫ് y2 of t പ്ലസ് 10b ഇൻറ്റു സൈൻ y2 of t is equal to 2b ഇൻറ്റു x2 of t and this is equation number 2. Then equation 1 plus 2. അപ്പോൾ ആദ്യത്തെ ഫംഗ്ഷനിലെ കോമൺ ഫാക്ടർ എടുക്കുമ്പോൾ d by dt of a y1 of t plus b y2 of t പ്ലസ് അടുത്ത സ്റ്റെപ്പിൽ 10 ആണ് കോമൺ ഫാക്ടർ. ഈ രണ്ട് സംഭവത്തിൽ 10 ആണ് കോമൺ ഫാക്ടർ. 10 ഇൻറ്റു എ സൈൻ y1 of t പ്ലസ് ബി സൈൻ y2 of t is equal to RHSൽ 2 ആണ് കോമൺ ഫാക്ടർ. 2 ഇൻറ്റു എ x1 of t പ്ലസ് ബി x2 of t. സോ ട്രാൻസ്ഫോം ഇതിൻ്റെ ഉള്ളിലെ എ y1 of t പ്ലസ് ബി y2 of t, ഇതിൻ്റെ ഉള്ളിലെ എ y1 of t പ്ലസ് ബി y2 of t അല്ല. Therefore the system is non-linear. അതായത് a y1 of t plus b y2 of t is not equal to transform of a x1 of t plus b x2 of t. അപ്പോൾ ഇവിടുത്തെ ഓക്കെയാണ്, പക്ഷേ ഇവിടുത്തെ ഓക്കെ അല്ലാത്തതുകൊണ്ട് സിസ്റ്റം ഈസ് നോൺ ലീനിയർ സിസ്റ്റം. ഓക്കെ, അപ്പോൾ ആ ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഈ ഇതിലത്തെ തന്നെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഈ ബി പാർട്ടിൽ തന്നെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ 11bയിലത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ y of t into d by dt of y of t into d by dt of y of t plus 10y of t plus 10y of t is equal to 2x of t ഇത് ടൈം വേരിയിങ് ആണോ ലീനിയർ ആണോ നോൺ ലീനിയർ ആണോ നമുക്ക് ചെക്ക് ചെയ്യണം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ടൈം വേരിയൻ്റ് ആണോ ടൈം ഇൻവേരിയൻ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. y of t, d by dt of y of t, d square by dt square of y of t, x of t ഇതിൻ്റെയൊക്കെ കോഎഫിഷ്യൻസ് കോൺസ്റ്റൻ്റ് ആണ് നോക്കുക. കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ടൈം ഇൻവേരിയൻ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ കോഎഫിഷ്യൻ്റ് ഇവിടെ കോൺസ്റ്റൻ്റ് അല്ല. ഈ d by dt of y of t യുടെ കോഎഫിഷ്യൻ്റ് ഇവിടെ കോൺസ്റ്റൻ്റ് അല്ല.
പിന്നെ ബാക്കിയുള്ള നോക്കേണ്ട കാര്യമില്ല. ഇവിടുത്തെ കോഎഫിഷ്യന്റ് കോൺസ്റ്റന്റ് ആണ്, ഇവിടുത്തെ കോഎഫിഷ്യന്റ് കോൺസ്റ്റന്റ് ആണ്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, ഇത് ടൈം വേരിയിങ് ആണ്. അപ്പോൾ കോൺസ്റ്റന്റ് ഇല്ലാത്തതുകൊണ്ട് ടൈം വേരിയിങ്. അപ്പോൾ അതൊന്ന് എഴുതി വെക്കണം കേട്ടാ. അതായത് കോഎഫിഷ്യന്റ് y of t ഈസ് നോട്ട് കോൺസ്റ്റന്റ് ബിക്കോസ് കോഎഫിഷ്യന്റ് of d by dt of y of t, coefficient of d by dt of y of t is not constant. അത് അർത്ഥത്തിലും അങ്ങനെ എഴുതി വെക്കേണ്ടതാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ആദ്യത്തെ പാർട്ടിൻ്റെ ആൻസർ ടൈം വേരിയിങ് ആണ്. ഇനി നമുക്ക് ലീനിയർ ആണോ നോൺ ലീനിയർ ആണോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. ലീനിയർ ആണോ നോൺ ലീനിയർ ആണോ? സോ ഇക്വേഷൻ ഈസ് a y1 of t plus b y2 of t is equal to ട്രാൻസ്ഫോം ഓഫ് a x1 of t plus b x2 of t. അപ്പോൾ നമ്മൾ പഴയ പോലെ തന്നെ y of t എന്നുള്ളതെല്ലാം y1 of t ആക്കുക. d by dt of y1 of t plus 10 into y1 of t is equal to 2 into x1 of t. ഓക്കെ, ഇനി നമ്മളിതിനെ എ കൊണ്ട് എ എന്നുള്ള കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ a y1 of t into d by dt of y1 of t plus 10a into y1 of t is equal to 2a into x1 of t. So this is equation number 1. ഇനി ഇതേപോലെ തന്നെ തന്നിരിക്കുന്ന ഫംഗ്ഷൻസിലെ y1 of t becomes y2 of t, x1 of t becomes x2 of t. അപ്പോൾ y2 of t into d by dt of y2 of t plus 10 into y2 of t is equal to 2 into x2 of t. Then ഇതിനെ b കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ b into y2 of t plus b into y2 of t into d by dt of y2 of t plus 10b into y2 of t is equal to 2b into x2 of t. Thus we got equation 2. Then we can add equation 1 and 2, that is equation 1 plus 2. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ആദ്യത്തെ ടേമിലത്തെ കോമൺ ഫാക്ടർ എടുക്കുക. സോ d by dt of y of t, d by dt of y of t into d by dt into ഈ y1 of t ഈ y1 of t കൂടി നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ y1 of t into d by dt of y1 of t d by dt of y1 square of t എന്ന് എഴുതാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഇതെങ്ങനെ തന്നെ എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ y of t into a y1 of t into ഈ കംപ്ലീറ്റ് ടേംസ് ആഡ് ചെയ്ത് ഇങ്ങനെ തന്നെ എഴുതാൻ പറ്റുള്ളൂ. a y1 of t into d by dt of y1 of t plus b y2 of t into d by dt of y2 of t. അപ്പോൾ ഇപ്പം തന്നെ നമുക്ക് കാര്യങ്ങൾ ക്ലിയർ ആയി. സിസ്റ്റം എന്തല്ല, ലീനിയർ അല്ല. കാരണം d by d കോമൺ ആയിട്ടുള്ള ഒരു ഫാക്ടർ എടുത്തിട്ട് നമുക്ക് ആ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ a y1 of t plus b y2 of t എന്ന് വരണം. അതാണ് അതിൻ്റെ മാത്തമാറ്റിക്കലി എക്സ്പ്രഷൻ. ഓക്കെ, അപ്പോൾ ട്രാൻസ്ഫോം ഓഫ് a y1 of t plus b y2 of t is equal to ട്രാൻസ്ഫോം ഓഫ് a x1 of t plus b x2 of t എന്ന് വരണം നമുക്ക്. അതേപോലെ തന്നെ രണ്ടാമത്തെ ടേം നമ്മൾ എടുക്കുമ്പോൾ 10 ആണ് അതിലത്തെ കോമൺ ഫാക്ടർ. സോ 10 into a y1 of t plus b y2 of t is equal to RHSലെ 2 ആണ് കോമൺ ഫാക്ടർ. സോ 2 into a x1 of t plus b x2 of t. അപ്പോൾ നമ്മളുടെ ഈ ഭാഗം ട്രാൻസ്ഫോം ഓഫ് a x1 of t plus b x2 of t ഓക്കെയാണ്. ഇവിടെ നമുക്ക് ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ y1 of t plus b y2 of t നമുക്ക് ഓക്കെയാണ്. പക്ഷെ ഇവിടെ നമുക്ക് ഓക്കെ അല്ല. ഫസ്റ്റ് ടേമിൽ ഇതിലത്തെ കോമൺ ഫാക്ടർ d by dt ആണ്. പക്ഷേ ഈ ഇതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം. y1 of t into d by dt of y1 of t d by dt of y1 square of t എന്ന് എഴുതാനായിട്ട് പാടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് അങ്ങനെ തന്നെ എഴുതാനേ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ കണ്ടീഷൻ ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അപ്പോൾ ലീനിയറിന്റെ ഇതാണ്, ഇറ്റ് ഡസൻറ്റ് ഒബേ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ. ദെയർഫോർ ദ ഗിവൺ സിസ്റ്റം ഈസ് നോൺ ലീനിയർ സിസ്റ്റം. ദ ഗിവൺ സിസ്റ്റം ഈസ് നോൺ ലീനിയർ സിസ്റ്റം. അപ്പോൾ തന്നിരിക്കുന്ന 3 ക്വസ്റ്റ്യനുകളും ടൈം വേരിയൻ്റ് ആണോ, ടൈം വേരിയിങ് ആണോ, ലീനിയർ ആണോ, നോൺ ലീനിയർ ആണോ നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, സോ ഐ തിങ്ക് ദിസ് ക്വസ്റ്റ്യൻ ഈസ് ഓക്കെ. ദെൻ നെക്സ്റ്റ് വൺ, അടുത്ത ക്വസ്റ്റ്യൻ. ഫോർ ദ സിഗ്നൽ എക്സ് ഓഫ് ടി ഈസ് ഷോൺ ഇൻ ഫിഗർ പ്ലോട്ട്. 2 എക്സ് ഓഫ് ടി തന്നിട്ടുണ്ട് നമുക്ക് എക്സ് ഓഫ് ടി -1 നമുക്ക് പ്ലോട്ട് ചെയ്യണം. എക്സ് ഓഫ് -3t + 2, എക്സ് ഓഫ് -3t + 2. അപ്പോൾ നമുക്ക് സിഗ്നൽസിന്റെ പല പ്രോപ്പർട്ടീസ് ഉണ്ട്. ടൈം സ്കെയിലിംഗ് പ്രോപ്പർട്ടി, ടൈം ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി, ആംപ്ലിറ്റ്യൂഡ് സ്കെയിലിംഗ് പ്രോപ്പർട്ടി, അങ്ങനെ പല പ്രോപ്പർട്ടീസ് വെച്ചിട്ട് നമ്മളിങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ്, ഒറ്റയടിക്കില്ല വർക്കിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് ഈ ഗ്രാഫ് വരയ്ക്കുക. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആദ്യം നോക്കാം. എക്സ് ഓഫ് ടി തന്നിട്ടുണ്ട്, എക്സ് ഓഫ് ടി ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ഫസ്റ്റ് പ്ലോട്ട് ചെയ്യേണ്ടത് നമുക്ക് എക്സ് ഓഫ് ടി -1. അപ്പോൾ ടൈം ഷിഫ്റ്റഡ് സിഗ്നലാണ് എക്സ് ഓഫ് ടി -1. അപ്പോൾ നേരത്തെ പറഞ്ഞ എക്സ് ഓഫ് ടി -1 എന്ന് പറഞ്ഞാൽ ഒരു യൂണിറ്റ് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക, ടൈം ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി. അപ്പോൾ ഇതാണ് നമ്മളുടെ എക്സ് ഓഫ് ടി.
എക്സ് ഓഫ് ടി തന്നിട്ട് എക്സ് ഓഫ് ടി മൈനസ് വൺ വരയ്ക്കുന്നത്, എക്സ് ഓഫ് ടി മൈനസ് വൺ വരയ്ക്കുന്നത് ഇവിടെ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ടി ഈസ് ഓൺ എക്സ് ആക്സിസ്, എക്സ് ഓഫ് ടി ഓൺ വൈ ആക്സിസ്. അപ്പോൾ ഒന്നാമത്തെ ആൻസർ ടി ഈസ് ഓൺ എക്സ് ആക്സിസ്, എക്സ് ഓഫ് ടി മൈനസ് വൺ ഓൺ വൈ ആക്സിസ്. വെരി സിമ്പിൾ. ഇത് സീറോയിലുള്ള സാധനം, അതായത് ടൈം സീറോ, മാഗ്നിറ്റ്യൂഡ് സീറോ, അതായത് എക്സ് വാല്യൂം സീറോ, വൈ വാല്യൂം സീറോ. വെൻ ടി ഈസ് ഈക്വൽ ടു സീറോ, ആംപ്ലിറ്റ്യൂഡ് ഈസ് ഓൾസോ സീറോ. ആ സീറോയിലുള്ള സാധനം എന്തിലേക്ക് വരും? വണ്ണിലേക്ക് വരും. സീറോയിലുള്ള വാല്യൂ വണ്ണിലേക്ക് വരും. ഇത് ടൂലാണ്. ഈ ടൂലുള്ള എന്താ ഇവിടെ ഈ ഫിഗറിൽ തന്നെ വരച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അതായത് ടു ഇവിടെ ടി ഈസ് ഈക്വൽ ടു 2 എന്നുള്ളത് ഒരു യൂണിറ്റ് റൈറ്റിലേക്ക് ചെയ്യുമ്പോൾ ടി ഈസ് ഈക്വൽ ടു 3. അവിടെ 2ന്റെ സ്ഥാനത്ത് ഇവിടെ 3 വരണം. 1 എന്നുള്ളത് എത്രയിലേക്ക് ഷിഫ്റ്റ് ചെയ്യും? അത് 1 എന്നുള്ളത് ഒരു യൂണിറ്റ് റൈറ്റിലേക്ക് ആകുമ്പോൾ ഇതോടെ 2 ആവണം. 0 എന്നുള്ളത് എവിടേക്ക് വരണം? 1ൽ വരണം. -1 എന്നുള്ളത് എവിടേക്ക് വരണം? 0ലേക്ക് വരണം. അങ്ങനെ മനസ്സിലാക്കി വരയ്ക്കുക. അതായത് -1ൽ ഇപ്പോൾ 0 ആണ് അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ്. അത് -1 ഒരു യൂണിറ്റ് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ 0ലായിരിക്കും അത് 0. അപ്പോൾ ആദ്യത്തെ കിട്ടി. അടുത്ത 0ല് 0 ആണ് അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ്. 0 ടൈമിൽ 0 ആണ് അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ്. അത് 1ൽ 0 ആയി. അപ്പോൾ അടുത്തത് കിട്ടി. അടുത്തത് 1ൽ അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് 1 ആണ്. വെൻ ടൈം ഈസ് ഈക്വൽ ടു 1, ആംപ്ലിറ്റ്യൂഡ് ഈസ് ഈക്വൽ ടു 1. ആ 1 എന്നുള്ളത് 2 ആയി. 2ലാണ് ആംപ്ലിറ്റ്യൂഡ്. ആംപ്ലിറ്റ്യൂഡിൽ ചേഞ്ച് ഇല്ല, ടൈമിൽ മാത്രമാണ് ചേഞ്ച്. അപ്പോൾ 2ൽ അത് 1 കിട്ടി. അടുത്തത് വെൻ ടൈം ഈസ് ഈക്വൽ ടു 2, ആംപ്ലിറ്റ്യൂഡ് ഈസ് ഈക്വൽ ടു 0. ആ 2 എന്നുള്ളത് 3 ആയി. വെൻ ടൈം ഈസ് ഈക്വൽ ടു 3, ആംപ്ലിറ്റ്യൂഡ് ഈസ് ഈക്വൽ ടു 0. സോ ഇറ്റ്സ് ഓക്കെ. ഇത്രയേ ഉള്ളത് മനസ്സിലാക്കാനായിട്ട്. അപ്പോൾ ടി വേഴ്സസ് എക്സ് ഓഫ് ടി മൈനസ് 1. അപ്പോൾ ആദ്യത്തെ നമ്മൾ എക്സ് ഓഫ് ടി മൈനസ് 1 പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഐ തിങ്ക് ഇറ്റ് ഈസ് ക്ലിയർ. ഓക്കെ, അടുത്തത് രണ്ടാമത്തെ നോക്കുക. അപ്പോൾ നമ്മളുടെ ക്വസ്റ്റ്യൻ ഇതാണ്, എക്സ് ഓഫ് ടി. അത് വെച്ചിട്ടാണ് നമ്മൾ രണ്ടാമത്തത് വരയ്ക്കേണ്ടത്. ഇതിൽ കുറച്ചും കൂടി കാര്യങ്ങൾ മനസ്സിലാക്കണം. എക്സ് ഓഫ് -3t + 2. അപ്പോൾ സാധാ മാത്തമെറ്റിക്കൽ കൺസെപ്റ്റ് വെച്ചിട്ട് നമ്മൾ ആദ്യം എക്സ് ഓഫ് ടി കണ്ടു, പിന്നെ എക്സ് ഓഫ് 3t കണ്ടു, പിന്നെ എക്സ് ഓഫ് -3t കണ്ടു, പിന്നെ +2. അങ്ങനെയല്ല അത് ചെയ്യേണ്ടത്. എക്സ് ഓഫ് -3t + 2 ചെയ്യണമെങ്കിൽ എക്സ് ഓഫ് ടി ഇസ് ഗിവൺ. അപ്പോൾ അതിന്റെ സ്റ്റെപ്പ് ഇങ്ങനെയാണ്. ആദ്യം എക്സ് ഓഫ് ടി നമുക്ക് തന്നിട്ടുണ്ട്. പിന്നെ ഇവിടുന്ന് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് എന്നുള്ള രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് മനസ്സിലാവും. ആദ്യം എക്സ് ഓഫ് ടി +2 വരയ്ക്കാം. എക്സ് ഓഫ് ടി +2 ടൈം ഷിഫ്റ്റിംഗ് എക്സ് ഓഫ് ടി +2 വരയ്ക്കുക. പിന്നെ എക്സ് ഓഫ് 3t + 2, അതായത് ടൈം സ്കെയിലിംഗ് ആണ്. എക്സ് ഓഫ് ടി +2ന്റെ ടൈം സ്കെയിലിംഗ് ആണ് എക്സ് ഓഫ് 3t + 2. പിന്നെ അതിന്റെ ടൈം ഇൻവേഴ്സിംഗ് ആണ് എക്സ് ഓഫ് -3t + 2. അങ്ങനെ 3 സ്റ്റെപ്പായിട്ടാണ് ഇത് വരയ്ക്കേണ്ടത്. അങ്ങനെ 3 പ്രോപ്പർട്ടീസ് യൂസ് ചെയ്തിട്ടാണ് ഇത് വരയ്ക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് എക്സ് ഓഫ് ടി, ദ ഗിവൺ ക്വസ്റ്റ്യൻ. ദെൻ എക്സ് ഓഫ് ടി +2 എന്ന് പറഞ്ഞാൽ 2 യൂണിറ്റ് ലെഫ്റ്റിലോട്ടാണ് ഷിഫ്റ്റ് ചെയ്യുക. എക്സ് ഓഫ് ടി -2 എന്ന് പറഞ്ഞാൽ 2 യൂണിറ്റ് റൈറ്റിലോട്ടാണെങ്കിൽ എക്സ് ഓഫ് ടി +2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 യൂണിറ്റ് ലെഫ്റ്റിലോട്ട്. അത് ആ ഫിഗർ ഇവിടെ വരച്ചിട്ടുണ്ട്, ശ്രദ്ധിക്കാം. ഇവിടെ ഞാൻ വരച്ചു വെച്ചിട്ടുണ്ട്, എങ്കിൽ കൂടി ഇവിടെ ജസ്റ്റ് ഒന്ന് വരയ്ക്കാം. അതായത് 0ല് ഇത് 0 ആണ്. അപ്പോൾ ഇവിടെ 0ല് അത് 0. ഇവിടെ വേണമെങ്കിൽ ഒന്ന് വരയ്ക്കാം. ആദ്യം എക്സ് ഓഫ് ടി +2, എക്സ് ഓഫ് ടി +2. വെൻ ടി ഈസ് ഈക്വൽ ടു 0, ആംപ്ലിറ്റ്യൂഡ് ഈസ് ഈക്വൽ ടു 0. ആ 0ലുള്ള സാധനം ടി +2 2 യൂണിറ്റ് റൈറ്റിലേക്ക് വരണം. അപ്പോൾ 2ലാണ് 0 വരേണ്ടത്. 2 യൂണിറ്റ് ലെഫ്റ്റിലോട്ട് മാറണം. അപ്പോൾ 0ന്ന് 2 യൂണിറ്റ് ലെഫ്റ്റിലോട്ട് വരുമ്പോൾ -2ലാണ് 0 വരിക. -2ല് അടുത്തത് 1ല് ഇതിന്റെ ആംപ്ലിറ്റ്യൂഡ് 1 ആണ്. 1ല് ഇതിന്റെ ആംപ്ലിറ്റ്യൂഡ് 1 ആണ്. ആ 1ലുള്ള ആംപ്ലിറ്റ്യൂഡ് 2 യൂണിറ്റ് ലെഫ്റ്റിലോട്ട് മാറുമ്പോൾ -1ല്, ദാറ്റ് മീൻസ് 0 എന്നുള്ളത് 0ല് ആംപ്ലിറ്റ്യൂഡ് 0 ആണ്. ആ 0ലുള്ള ആംപ്ലിറ്റ്യൂഡ് ഇപ്പോൾ എത്രയിലേക്കായി? -2ലേക്കായി. ഹിയർ 0, ഹിയർ 1, 2, 3, -1, -2, -3. ടൈമിലാണ് ചേഞ്ച്, ആംപ്ലിറ്റ്യൂഡ് എപ്പോഴും 1 ആണ്. അപ്പോൾ 0ല് 0 എന്നുള്ളത് 2 യൂണിറ്റ് ലെഫ്റ്റിലേക്ക് നീങ്ങുമ്പോൾ -2ല് 0. അപ്പോൾ ആദ്യത്തെ പോയിന്റ് കിട്ടി. അടുത്തത് -1ല് 0, അത് 2 യൂണിറ്റ് ഇവിടേക്ക് മാറുമ്പോൾ -1 + 2 = -3. അപ്പോൾ ഇവിടെ കിട്ടി. അപ്പോൾ ഈ പോയിന്റ് മാർക്ക് ചെയ്തു, ഈ പോയിന്റ് മാർക്ക് ചെയ്തു. അടുത്തത് വെൻ ടി ഈസ് ഈക്വൽ ടു 1, ടൈം 1ല് 1 ആണ്. അത് 2 യൂണിറ്റ് ലെഫ്റ്റിലോട്ട് മാറുമ്പോൾ 1 എന്നുള്ളത് -1ലാണ് 1 വരിക. -1ല് 1. അപ്പോൾ ഈ പോയിന്റ് -1ൽ, ഇതാണ് -1. -1ല് ഹിയർ ഇറ്റ് ഈസ് 1. അപ്പോൾ ഈ പോയിന്റ് കിട്ടി. ഓക്കെ, ദെൻ 2ല് അത് 0 ആണ്. 2ല് അത് 0 ആകുമ്പോൾ 2 യൂണിറ്റ് ലെഫ്റ്റിലേക്ക് വരുമ്പോൾ 0ല് 0. ഓക്കെ, സോ അപ്പോൾ ഇതിങ്ങനെ വന്നു, ഇത് ജോയിൻ ചെയ്തു. -3ൽ നിന്ന് -2ലേക്ക്, -2ൽ നിന്ന് ഇതാ ഇങ്ങനെ വന്നു. സോ ദിസ് ഈസ് എക്സ് ഓഫ് ടി +2. ഇങ്ങനെയാണ് ആദ്യം എക്സ് ഓഫ് ടി +2 വരയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നോക്കുക. 0 എന്നുള്ളത്
0 0 അത് 2 യൂണിറ്റ് ലെഫ്റ്റ് മാറി 0 എന്നുള്ള 0 ആകുമ്പോൾ -2 0 -1 0 ആ -1 2 യൂണിറ്റ് -3 0 ഇവിടെ 1 1 ആ 1 2 യൂണിറ്റ് വരുമ്പോൾ -1 1 ഇവിടെ 2 0 2 2 യൂണിറ്റ് വരുമ്പോൾ 0 0 ഈ എല്ലാ പോയിന്റും കൂടി യോജിപ്പിച്ചപ്പോൾ ഇവിടെ ഞാൻ ഇത് വരച്ച് വെച്ചിട്ടുണ്ട്. സോ ദിസ് ഈസ് x of t + 2 ഇങ്ങനെയാണ് വരയ്ക്കേണ്ട മെത്തേഡ്. ഇനി നമ്മൾ ആദ്യം x of t + 2 വരച്ചു. x of t + 2 വരച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ടൈം സ്കെയിലിംഗ് ടൈം ഷിഫ്റ്റിംഗ് ആണ് വരച്ചത്. ഇനി നമ്മൾ വരയ്ക്കേണ്ടത് x of 3t + 2 ടൈം സ്കെയിലിംഗ് ആണ്, 3 ടൈംസ് ആണ്, 3 ടൈംസ്. അപ്പോൾ ഇവിടെ നോക്കാം x of 3t + 2 x of t + 2 നിന്ന് എങ്ങനെയാണ് x of 3t + 2 വരയ്ക്കാൻ സാധിക്കുക? ആ ടൈം x of t + 2 നിന്ന് x of 3t + 2 വരയ്ക്കാനായിട്ട് ആ ടൈം ഇൻറ്റു 3 എന്നാണ്. ഇൻറ്റു 3 എന്ന് വരുമ്പോൾ ഇതിന്റെ ടൈമിനെ x of t + 2 നിന്ന് x of 3t + 2 വരയ്ക്കണമെങ്കിൽ ആ ടൈമിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞാണ് 3t എന്ന് വരുമ്പോൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാണ് വേണ്ടേ, ഇൻറ്റു ചെയ്യല്ല വേണ്ടേ. അപ്പോൾ ഈ ഫിഗറിൽ നിന്ന് ഈ ഫിഗർ അങ്ങനെ തന്നെ വരച്ചിട്ട് -1 എന്നുള്ളത് -1/3 ആവും. 0 എന്നുള്ളത് 0/3 0 എന്നുള്ളത് 0/3 = 0 -1 എന്നുള്ളത് -1/3 ആംപ്ലിറ്റ്യൂഡ് ആ സമയത്ത് എപ്പോഴും 1 തന്നെ, ആംപ്ലിറ്റ്യൂഡിലല്ല ചേഞ്ച്, ടൈമിലാണ് ചേഞ്ച്. ഇവിടെ -2 0 എന്നുള്ളത് -2/3. അപ്പോൾ നമുക്ക് x of t + 2 നിന്ന് വളരെ ഈസി ആയിട്ട് നമ്മൾ x of 3t + 2 വരച്ചു. അപ്പോൾ നമ്മൾ ടൈം ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി ആദ്യം ഉപയോഗിച്ചു, ഇപ്പോൾ നമ്മൾ ഉപയോഗിച്ചു ടൈം സ്കെയിലിംഗ് പ്രോപ്പർട്ടി. ഇനി അടുത്തത് ലാസ്റ്റത്തെ സ്റ്റെപ്പ് x of -3t + 2. അപ്പോൾ ടൈം റിവേഴ്സിംഗ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -1/3 നമുക്ക് മാക്സിമം ആംപ്ലിറ്റ്യൂഡ് 1 ആയിരുന്നു, അത് +1/3 ആവും ആംപ്ലിറ്റ്യൂഡ്. അപ്പോൾ -t എന്നുള്ളത് +t ആവും. -2/3 എന്നുള്ളത് +2/3 -1/3 ആംപ്ലിറ്റ്യൂഡ് 1 അത് +1/3 ആംപ്ലിറ്റ്യൂഡ് 1 -2/3 ആംപ്ലിറ്റ്യൂഡ് 0 ഹിയർ +2/3 ആംപ്ലിറ്റ്യൂഡ് 0. Thus we got x of -3t + 2. So by using all these properties we can draw x of t - 1, x of -3t + 2, etc. Okay. Then അടുത്ത question, test whether the following signals are periodic or not. Test whether the following signals are periodic or not. നമ്മൾ ആദ്യം ചെക്ക് ചെയ്ത് തന്നിരിക്കുന്ന സിഗ്നൽ ഈവൺ ആണോ ഓഡ് ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്തു. ഈവൺ ആണോ ഓഡ് ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് x of t = x of -t അങ്ങനെയാണെങ്കിൽ ഈവൺ ആണ്, അതല്ലെങ്കിൽ x of -t = -x of t ആണെങ്കിൽ ഓഡ് ആണെന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് പീരിയോഡിക് ആണോ അല്ലെന്ന് ചെക്ക് ചെയ്യുക. പീരിയോഡിക് ആണെങ്കിൽ അതിന്റെ ഫണ്ടമെന്റൽ ടൈം പീരീഡ് കണ്ടുപിടിക്കുക. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഫണ്ടമെന്റൽ ടൈം പീരീഡ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ x of t = 5 sin 24πt + 7 sin 36πt. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ x of t = 5 sin 24πt + 7 sin 36πt which is equal to, ഞാൻ ഇതിനെ എഴുതി x of t = x1 of t + x2 of t. അപ്പോൾ ഇതാണ് നമ്മളുടെ x1 of t, ഇതാണ് നമ്മളുടെ x of t. അപ്പോൾ x of t = x1 of t + x2 of t ആണ്. x1 of t + x2 of t അതാണ് x of t. അപ്പോൾ അതിൽ ആദ്യം x1 of t എടുത്തു, 5 sin 24πt. അപ്പോൾ അതിൽ ടിയുടെ കോയഫിഷ്യൻ്റ് എടുക്കുക. ടിയുടെ കോയഫിഷ്യൻ്റ് അത് എത്രയാണ്? 24. ടിയുടെ സൈൻ 24π ടിയുടെ എടുക്കുമ്പോൾ 24π sin ω t. സോ ω = 24π. അപ്പോൾ ആദ്യത്തെ സിഗ്നൽ ആയതുകൊണ്ട് ω1 ഇത് കണ്ടിന്യൂസ് ടൈം സിഗ്നലാണ്. അപ്പോൾ ω1 ഈ ω1 24π. സിമിലർലി രണ്ടാമത്തെ സിഗ്നലിൽ നിന്ന് ω2 = 36π. ഓക്കെ, അപ്പോൾ ω = 24π, ω = 36π. ഇനി ഇതിൽ നമുക്ക് t1 കിട്ടും, ടൈം പീരീഡ് ω കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ω = 2πf. ω = 2πf എന്ന് പഠിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് ω = 2π × 1/t. f = 1/t, 2π/t. ദാറ്റ് ഈസ് t = 2π/ω. t = 2π/ω. അത് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. t = 2π/ω. അപ്പോൾ t1 = 2π/ω1. 2π/ω1 = 2π / 24π. ഈ പയ്യും വെട്ടിപ്പോയി. = 1/12. t1 = 1/12. അപ്പോൾ t1 കിട്ടിക്കഴിഞ്ഞു. സിമിലർലി വി ക്യാൻ ഫൈൻഡ് ഔട്ട് t2 = sin ω2t. അപ്പോൾ ω2 = 36π. അപ്പോൾ t2 = 2π/ω2. 2π/ω2 = 2π / 36π. പയ്യും വെട്ടിപ്പോയി. സോ ദ ആൻസർ ഈസ് 1/18. അപ്പോൾ t1 കിട്ടി 1/12, t2 കിട്ടി 1/18.
അത് കഴിഞ്ഞാൽ ആഫ്റ്റർ ദാറ്റ് ഫൈൻഡ് T1/T2 is equal to 1/12 divided by 1/18 is equal to 1/12 into 18/1 is equal to 6 12 2 വട്ടം 3/6 is equal to 3/2. 6 12 2 പ്രാവശ്യം 6 18 3 ടൈംസ് സോ 3/2. സോ ഇവിടെ ഞാൻ എഴുതാണ് ഇതിൻ്റെ കണ്ടിന്യൂവേഷൻ. അതായത് T1/T2 is equal to 18/12 18/12 is equal to 3/2 is equal to 3/2. So T1/T2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it is the ratio of two integers. 3 is an integer, 2 is an integer. So T1/T2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it is the ratio of two integers. അങ്ങനെയാണെങ്കിൽ this is a periodic system. എന്താണ് പീരിയോഡിക് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആദ്യം പറയണം. അതായത് പീരിയോഡിക് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x of t is said to be periodic if x of t plus t is equal to x of t for all values of t. ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. x of t is equal to x of t plus t. x of t is equal to x of t plus t എന്ന് പറയുമ്പോൾ ഫണ്ടമെന്റൽ ടൈം പീരീഡ് കേട്ടോ. അതായത് ഒരു സൈക്കിള് x of t is equal to x of t plus t for all t. ടിയുടെ ഏത് വാല്യൂ എടുത്ത് കഴിഞ്ഞാലും അതായത് ഒരു പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതേ പ്രോപ്പർട്ടി തന്നെ. അപ്പോൾ സൈനസോയ്ഡൽ സിഗ്നൽ ഇസ് എ പീരിയോഡിക് സിഗ്നൽ. കാരണം ഒരു ഫുൾ സൈക്കിൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും അതേ പ്രോസസ്സ് അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതേ ക്യാരക്ടറിസ്റ്റിക്സ് അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു എക്സ് ഓഫ് ടി പ്ലസ് ടി. അതായത് ഓരോ ടൈം പീരീഡ് കഴിഞ്ഞാലും, ക്യാപിറ്റൽ ടി മീൻസ് ടൈം പീരീഡ്, ഓരോ ടൈം പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞാലും അല്ലെങ്കിൽ ഒരു സൈക്കിൾ കഴിഞ്ഞ് കഴിഞ്ഞാലും വീണ്ടും അതേ ക്യാരക്ടറിസ്റ്റിക്സ് റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് സിഗ്നൽ ഈസ് എ പീരിയോഡിക് സിഗ്നൽ. അതർവൈസ് ഇറ്റ് ഈസ് നോട്ട് എ പീരിയോഡിക് സിഗ്നൽ. അപ്പോൾ എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു എക്സ് ഓഫ് ടി പ്ലസ് ടി ഫോർ ഓൾ ടി. അങ്ങനെയാണെങ്കിൽ ദാറ്റ് സിഗ്നൽ ഈസ് എ പീരിയോഡിക് സിഗ്നൽ. അങ്ങനെയാണെങ്കിൽ അത് പീരിയോഡിക് ആണ്. അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അത് പീരിയോഡിക് അല്ല. അപ്പോൾ ഇവിടെ രണ്ട് സിഗ്നൽസിൻ്റെയാണ് എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു എക്സ് വൺ ഓഫ് ടി പ്ലസ് എക്സ് ടു ഓഫ് ടി വന്നതുകൊണ്ട് T1/T2 is the ratio of two integer ആണോ നോക്കുക. ആ ഇൻറ്റിജറിന്റെ റേഷ്യോ ആണെങ്കിൽ ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ ബി എ പീരിയോഡിക് സിഗ്നൽ. അതർവൈസ് ഇറ്റ് ഈസ് നോട്ട് എ പീരിയോഡിക് സിഗ്നൽ. ഇപ്പോൾ T1/T2 is equal to √2/3 എന്നോ അല്ലെങ്കിൽ √π/4 എന്നോ ഒക്കെ വന്നു കഴിഞ്ഞാൽ പൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻറ്റിജർ അല്ല. √2 എന്ന് പറഞ്ഞാൽ 1.41 ആണ്. √2 √3 പൈ ഈ വക വാല്യൂസ് ഒന്നും വന്നാൽ ഇൻറ്റിജർ അല്ല. ഇവിടെ ഇൻറ്റിജർ ആണ്. 3ഉം 2ഉം ഇൻറ്റിജർ ആണ്. സോ ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ടു ഇൻറ്റിജേഴ്സ്. ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് two integers. It is the ratio of two integers. So the signal is periodic. So the signal is periodic. Okay. അപ്പോൾ T1/T2 is equal to 3/T എന്ന് പറയുന്നത് 3/2 അത് പീരിയോഡിക് ആണ്. അങ്ങനെയാണെങ്കിൽ ഫണ്ടമെന്റൽ ടൈം പീരീഡ് ആണ്. ഇഫ് പീരിയോഡിക് അല്ലെങ്കിൽ നമുക്ക് അത് അവസാനിപ്പിക്കാമായിരുന്നു. പക്ഷേ പീരിയോഡിക് ആയതുകൊണ്ട് നമുക്ക് അതിന്റെ ഫണ്ടമെന്റൽ ടൈം പീരീഡ് കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കണമെങ്കിൽ ഇവിടെ തന്നെ തുടങ്ങാം. വീണ്ടും ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 2T1 is equal to 3T2 is equal to fundamental time period. 2T1 is equal to 3T2 is equal to fundamental time period. Substitute here 2 into what is the value of T1? T1 ഇവിടെ കിട്ടിയിട്ട് 1/12 is equal to 3 into T2 ഇവിടെ കിട്ടിയിട്ട് 1/18. നോക്കൂ, രണ്ട് സ്ഥലത്തെ ആൻസർ വരുന്നത് സെയിം ആൻസർ. ദാറ്റ് ഈസ് 1/6 is equal to T. Okay, so T is equal to fundamental time period is equal to 1/6 seconds. 1/6 second. T is equal to, okay, so next one, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. x of t is equal to e raised to j pi t minus 2. e raised to j pi t minus 2. നമുക്കറിയാം e raised to j theta is equal to cos theta plus j sin theta. e raised to minus j theta is equal to cos theta minus j sin theta. So e raised to j pi t minus 2 is equal to, അപ്പോൾ e raised to j pi t minus 2 is equal to, ഇവിടെ e raised to j theta. അപ്പം e raised to j theta is equal to, ഫോർമുല ഇവിടെ എഴുതാം, e raised to j theta is equal to cos theta plus j sin theta. e raised to minus j theta വരുമ്പോഴാണ് cos theta minus j sin theta. ഇവിടെ e raised to j theta ആണ്. അപ്പോൾ e raised to j theta is equal to pi t minus 2 is equal to cos theta. Okay, cos theta means cos pi t minus 2
പ്ലസ് ജെ സൈൻ പൈ ടി മൈനസ് 2. അപ്പോൾ ഇ റേസ് ടു ജെ തീറ്റ ഇസ് ഈക്വൽ ടു കോസ് തീറ്റ പ്ലസ് ജെ സൈൻ തീറ്റ. ഇനി പഴയ പോലെ തന്നെ ഇതിലത്തെ ടിയുടെ കോഎഫിഷ്യന്റ് കോസ് ഒമേഗ ടി പൈ. അപ്പോൾ ഒമേഗ 1 ഇസ് ഈക്വൽ ടു പൈ, ഒമേഗ 2 ഇസ് ഈക്വൽ ടു പൈ. ഓക്കെ, T1 ഇസ് ഈക്വൽ ടു നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2 പൈ ബൈ ഒമേഗ 1. T1 ഇസ് ഈക്വൽ ടു 2 പൈ ബൈ ഒമേഗ 1 ഇസ് ഈക്വൽ ടു 2 പൈ ഡിവൈഡഡ് ബൈ പൈ ഇസ് ഈക്വൽ ടു 2. Here T2 is equal to 2 pi by omega 2. 2 pi by omega 2 is equal to 2 pi by pi is equal to 2. So, ഇനി അടുത്തപ്പോൾ T1 കിട്ടി 2, T2 കിട്ടി 2. So, T1 by T2 is equal to 2 by 2. That is 1. അതായത് ഇവിടും it is the ratio of two integers. Therefore, it is the ratio of two integers. So, it is periodic. So it is a periodic. ഇനി എങ്ങനെയാ പീരിയോഡിക് ആണെങ്കിൽ ഫണ്ടമെന്റൽ ടൈം പീരീഡ് കണ്ടുപിടിക്കുക, അതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 2T1 is equal to 2T2. അതായത് 2T1 is equal to 2T2. That is T1 is equal to T2 which is equal to ഇവിടെ എത്രയാ 2T1 is equal to 2T2. That is 2 into വെട്ടിപ്പോയി. അപ്പോൾ T1 is equal to T2. T1 എത്രയാണ് 2, T2 എത്രയാണ് 2. ഓക്കെ, സോ T1 is equal to T2 is equal to 2 seconds which is equal to fundamental time period. So അപ്പോൾ ഇതാണ് അതിലത്തെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ദെൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇതിലത്തെ എക്സ് ഓഫ് ടി ഇസ് ഈക്വൽ ടു, അതായത് 12th ക്വസ്റ്റ്യനിലെ ബി, എക്സ് ഓഫ് ടി ഇസ് ഈക്വൽ ടു 5 sin 24 pi t 5 sin 24 pi t cos 36 pi t cos 36 pi t. ഇതെങ്ങനെ ചെയ്യാം? 5 sin 24 pi t ഇൻറ്റു കോസ് 36 pi t. നമ്മളൊരു ഫോർമുല പഠിച്ചിട്ടുണ്ട്, 2 sin a cos b. ഇവിടെ പ്ലസ് ആയിട്ടല്ല കിടക്കണേ. 5 sin 24 pi t ഇൻറ്റു കോസ് 36 pi t. അപ്പോൾ ഒമേഗ 1 ഇസ് ഈക്വൽ ടു 24 പൈ, ഒമേഗ 2 ഇസ് ഈക്വൽ ടു 36 പൈ. അങ്ങനെ എടുത്ത് കഴിഞ്ഞ് ചെയ്യാൻ പറ്റില്ല. ഇത് ഒമേഗ 1 ഇസ് ഈക്വൽ ടു 24 പൈ, ഒമേഗ 2 ഇസ് ഈക്വൽ ടു 36 പൈ എന്നെടുത്ത് ചെയ്യാൻ പറ്റില്ല. വൈ? ഇവിടെ ഇൻറ്റു ആണ്, ഒറ്റ ഫംഗ്ഷൻ ആയിട്ടാണ് കിടക്കണേ. ഇവിടെ പ്ലസ് ആയതുകൊണ്ടാണ് x1t പ്ലസ് x2t. ഇത് ഒറ്റ സിഗ്നൽ എക്സ് ഓഫ് ടി ഇസ് ഈക്വൽ ടു 5 sin 24 pi t ഇൻറ്റു കോസ് 36 പൈ ടി. പ്രത്യേകം ശ്രദ്ധിക്കുക എല്ലാവരും. ഇത് ആദ്യത്തെ ഇത് x1 ഓഫ് ടി, മറ്റേത് x2 ഓഫ് ടി എടുത്തു കഴിഞ്ഞാൽ തെറ്റും. അപ്പോൾ അതുകൊണ്ട് ഇത് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. നമ്മൾക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ട് അങ്ങനെ ചെയ്യണം, രണ്ട് ഫംഗ്ഷൻ ആക്കിയിട്ട്. സോ 2 sin a cos b ഇസ് ഈക്വൽ ടു 2 sin a cos b ഇസ് ഈക്വൽ ടു sin a പ്ലസ് ബി. പഠിച്ചിട്ടുണ്ട് ഈ ഫോർമുല, ട്രിഗണോമെട്രിക് ഫോർമുല പഠിച്ചിട്ടുണ്ട്. sin a പ്ലസ് ബി പ്ലസ് sin a മൈനസ് ബി, sin a പ്ലസ് ബി പ്ലസ് sin a മൈനസ് ബി. ഓക്കെ, 2 sin a cos b ഇസ് ഈക്വൽ ടു sin a പ്ലസ് ബി പ്ലസ് sin a മൈനസ് ബി. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ sin 24 പൈ ടി എന്നുള്ള 2 ഇല്ല അവിടെ. അപ്പോൾ ഞാൻ sin a cos b ഇസ് ഈക്വൽ ടു sin a cos b ഇസ് ഈക്വൽ ടു 1/2 ഇൻറ്റു 2 പ്രതിക്കുമ്പോൾ 1/2 വരും. 1/2 ഇൻറ്റു sin ഓഫ് a പ്ലസ് ബി പ്ലസ് sin ഓഫ് a മൈനസ് ബി. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് വേണ്ടത് 5 ഇൻറ്റു sin a cos b എന്നാണ്. 5 ഇൻറ്റു sin a cos b, 5 sin a cos b ഇതാണ്. അപ്പോൾ 5 ഇൻറ്റു sin a cos b ഇസ് ഈക്വൽ ടു 5 ഇൻറ്റു 1/2, അതായത് 5/2. പ്രത്യേകം ശ്രദ്ധിക്കേട്ടാ, നമ്മളുടെ ഫോർമുല sin a cos b ആണ്. sin a പ്ലസ് ബി പ്ലസ് sin a മൈനസ് ബി ബൈ 2, അതായത് 1/2 ഇൻറ്റു എഴുതി. ഇനി 5 sin a cos b എന്ന് പറഞ്ഞാൽ 5 ഇൻറ്റു 1/2, ദാറ്റ് ഈസ് 5/2 ഇൻറ്റു sin a പ്ലസ് ബി പ്ലസ് sin a മൈനസ് ബി, sin a പ്ലസ് ബി പ്ലസ് sin a മൈനസ് ബി. ഓക്കെ, ഇതാണ്. അപ്പോൾ 2 sin a cos b is equal to sin a പ്ലസ് ബി പ്ലസ് sin a മൈനസ് ബി എന്നുള്ള ഫോർമുല പ്രകാരം ആദ്യം sin a cos b കണ്ടുപിടിച്ചു, പിന്നെ 5 sin a cos b കണ്ടുപിടിച്ചു. ഓക്കെ, ഇനി ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 5 sin a, ഇതാണ് a, ഇതാണ് b. a എന്ന് പറഞ്ഞാൽ 24 പൈ ടി, b എന്ന് പറഞ്ഞാൽ 36 പൈ ടി. അപ്പോൾ ഇസ് ഈക്വൽ ടു 5/2 ഇൻറ്റു sin a പ്ലസ് ബി 24 പൈ ടി പ്ലസ് 36 പൈ ടി, 24 പൈ ടി പ്ലസ് 36 പൈ ടി, 24 പൈ ടി പ്ലസ് ഒറ്റടിക്ക് ഇതിനും കുഴപ്പമൊന്നുമില്ല കേട്ടോ, 36 പൈ ടി പ്ലസ് sin a മൈനസ് ബി 24 പൈ ടി മൈനസ് 36 പൈ ടി.
ഓക്കെ 24 പൈ ടി മൈനസ് 36 പൈ ടി, അതായത് 24 പൈ ടി മൈനസ് 36 പൈ ടി. ഓക്കെ, സൈൻ എ പ്ലസ് ബി പ്ലസ് സൈൻ എ മൈനസ് ബി ഇസ് ഈക്വൽ ടു 5/2 ഇൻറ്റു സൈൻ എ പ്ലസ് ബി 24 പ്ലസ് 36 60 പൈ ടി പ്ലസ് സൈൻ എ മൈനസ് ബി 24 36 കഴിഞ്ഞാൽ മൈനസ് 12 പൈ ടി സൈൻ ഓഫ് മൈനസ് 12 പൈ ടി ഇസ് ഈക്വൽ ടു ഇതിനെ 5/2 ഇൻറ്റു സൈൻ ഓഫ് മൈനസ് തീറ്റ ഇസ് ഈക്വൽ ടു മൈനസ് സൈൻ തീറ്റ. സോ സൈൻ 60 പൈ ടി മൈനസ് സൈൻ 12 പൈ ടി. ഇപ്പോൾ ഇവിടെ രണ്ട് ഫംഗ്ഷൻ ആയി കഴിഞ്ഞു. അതായത് 5/2 സൈൻ 60 പൈ ടി മൈനസ് 5/2 സൈൻ 12 പൈ ടി ആണെങ്കിൽ ബ്രാക്കറ്റ് എക്സ്പാൻഡ് ചെയ്ത് എഴുതാം. 5/2 സൈൻ 60 പൈ ടി മൈനസ് 5/2 സൈൻ 12 പൈ ടി. ഇപ്പോൾ നമുക്ക് നോക്കൂ, എക്സ് ഓഫ് ടി സീക്വൽ ടു എക്സ് വൺ ഓഫ് ടി പ്ലസ് എക്സ് ടു ഓഫ് ടി. എക്സ് വൺ ഓഫ് ടി സീക്വൽ ടു 5/2 സൈൻ 60 പൈ ടി, എക്സ് ടു ഓഫ് ടി സീക്വൽ ടു മൈനസ് 5/2 സൈൻ 12 പൈ ടി. ഓക്കെ, അത് പ്ലസ് ആയിക്കോട്ടെ മൈനസ് ആയിക്കോട്ടെ, എക്സ് വൺ ഓഫ് ടി പ്ലസ് എക്സ് ടു ഓഫ് ടി. ഇനി നമുക്ക് സാധാരണ ഇവിടെ ചെയ്ത പോലെ തന്നെ ഇതൊരു ഫംഗ്ഷൻ, ഇത് എക്സ് വൺ ഓഫ് ടി ആയിട്ട് എടുക്കുക, ഇത് എക്സ് ടു ഓഫ് ടി ആയിട്ട് എടുക്കുക. ഒമേഗ 1 ഇസ് ഈക്വൽ ടു, ഇനി പഴയ പോലെ തന്നെ ചെയ്യാം. ഒമേഗ 1 ഇസ് ഈക്വൽ ടു ടിയുടെ കോയിഫിഷ്യന്റ് 60 പൈ, ഒമേഗ 2 ഇസ് ഈക്വൽ ടു 12 പൈ. ഓക്കെ, then t1 is equal to 2 pi by omega 1. 2 pi by omega 1 is equal to 2 pi by 60 pi. പൈയും പൈയും വെട്ടിപ്പോയി രണ്ടാമത് 1/30. 1/30. അടുത്തത് ഒമേഗ 2 is equal to 12 pi. So t2 is equal to 2 pi by 12 pi. പൈയും പൈയും വെട്ടിപ്പോയി രണ്ടാമത് 1/6. Then t1 by t2 കണ്ടുപിടിക്കാം. t1 by t2. Okay, so t1 divided by t2 is equal to 1/30 divided by 1/6 is equal to 1/30 into 6/1. 6/1 is equal to 1/5. It is the ratio of two integers. t1 by t2 is equal to 1/5. It is the ratio of two integers. Therefore, it is periodic. Therefore, it is periodic. പീരിയോഡിക് ആണെങ്കിൽ നമ്മൾ ഇതിന്റെ ഫണ്ടമെന്റൽ ടൈം പീരീഡ് കണ്ടുപിടിക്കുക. സോ t1 by t2 is equal to 1/5. t1 by t2 is equal to 1/5. ഫ്രം ദിസ് ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 5t1 is equal to t2. 5t1 is equal to t2 is equal to 5 into what is the value of t1? t1 is equal to 1/30 is equal to t2 1/6. ശരിയാണ്. 5 into 1/30 is equal to 1/6 which is equal to t2. So t2 is equal to, fundamental time period t is equal to t1 by t2 is equal to t1 by t2 is equal to 1/5. So 5t1 is equal to t2 which is equal to 5t1 is equal to t2. So 5 into 1/30 is equal to 1/6 which is equal to 1/6 is equal to t. So fundamental time period t is equal to, okay, അപ്പോൾ t1 by t2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/30 divided by 1/6 which is equal to 1/5. So it is the ratio of two integers. So it is periodic. So t1 by t2 is equal to 1/5 ആണെങ്കിൽ 5t1 is equal to 5t1 1/5. 5t1 is equal to t2. അതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 5 into 1/30 is equal to 1/6 which is equal to t. That is fundamental time period is equal to 1/6. അപ്പോൾ ഇങ്ങനെയാണ് ഒരു സിസ്റ്റം. പീരിയോഡിക് ആണോ അല്ലെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ x of t plus t is equal to x of t for all t. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഈ മൊഡ്യൂൾ 1 ഈ ET305 സിങ്ക്രണസ് ആൻഡ് ഇൻഡക്ഷൻ മെഷീൻസ് എന്നുള്ള സിഗ്നൽസ് ആൻഡ് സിസ്റ്റത്തിൻ്റെ മൊഡ്യൂൾ 1 നമ്മളുടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. താങ്ക് യു.